ബ്രദർ വർഗീസ് മാവേലിക്കരോടൊപ്പം തിരുവമ്പണ്ടൂർ സെൻറ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ചർച്ചിൽ നിന്നും ക്യാമറാമാൻ അജി ജോസഫ് കരുവറ്റ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാനും നമുക്ക് ഇന്നത്തെ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമുക്ക് ദൈവവചനം പങ്കിടാനായിട്ട് നമ്മോടൊപ്പമായിരിക്കുന്നത് അത്രയും ബഹുമാനപ്പെട്ടവർ വർഗീസ് മാവേലിക്കരയാണ്. പ്രിയപ്പെട്ടവർ തന്നെ തിരുവല്ല മേഖലയുടെ പ്രാർത്ഥനാ യോഗത്തിന്റെ ഡയറക്ടർ ചുമതല നിർവഹിക്കുന്ന ഈ വേളയിൽ കോട്ടൂർ ദേവാലയത്തിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ അന്നേ ദിവസം അവിടെ പ്രസംഗത്തിനായിട്ട് വിളിച്ചു. ഞാൻ എൻ്റെ ഇതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഹോളി വീക്കിലൊക്കെ വിവിധ അച്ഛന്മാരെയൊക്കെ കണ്ടുപിടിച്ചായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ആ പ്രസംഗം ഞാൻ അങ്ങനെ വേറെ ആരെയും ഇതുവരെ വിളിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മറ്റ് അച്ഛന്മാരെ അല്ലാതെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ അന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന്മാരെക്കാളും ഭയങ്കര പ്രസംഗമാണ്. അതെനിക്ക് ഒത്തിരി ഹൃദ്യമായിട്ട് തോന്നി. എൻ്റെ മനസ്സിൽ ആ വചനങ്ങൾ ആഴ്ന്നിറങ്ങി. ഇനി എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ദേവാലയത്തിൽ വർഗീസ് ബ്രദറിനെ ഒന്ന് വിളിക്കണം എന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുകളുള്ള ദിവസമാണ്. ഞാൻ വിളിച്ചപ്പോൾ നമ്മുടെ ഭാഗ്യം, ദൈവാനുഗ്രഹം, ഈ 2 ദിവസം തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടാനായിട്ടിടയായി. ഇന്നും നാളെയും 2 ദിവസങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആളുകളെക്കാട്ടിലും കൂടുതൽ ആളുകൾ നാളെ ഇവിടെ പ്രസംഗം കേൾക്കാനായിട്ട് വരും. 2 ദിവസം പോരായിരുന്നു, 1 ദിവസം കൂടെയെങ്കിലും വേണമെന്ന് നിങ്ങൾ പറയും എന്നെനിക്ക് ഉറപ്പാണ്. വർഗീസ് ബ്രദറിന്റെ കൂടെ പ്രിയപ്പെട്ട പ്രിൻസൺ ബ്രദറും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ പകർത്താനായിട്ട് അജി ബ്രദറും വന്നിട്ടുണ്ട്. ഈ 3 പേരെയും തിരുവമ്പണ്ടൂർ സെന്റ് ജോൺസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ നാമത്തിൽ, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തിന്റെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരാൻ സാധിക്കും. അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ആത്മാവാണ് ഇവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. എല്ലാ മക്കളും ഒന്ന് കണ്ണടയ്ക്കാം. കണ്ണടച്ചിട്ട് ഇങ്ങനെ നേറ്റി പറയുക: പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ ഒന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവവചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി വചനം ഗ്രഹിക്കുവാൻ ഉള്ള അറിവ് തരണമേ, ശക്തി തരണമേ, ഉണർവ് നൽകണമേ. ഒരു കരങ്ങളെ ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സലാമിയത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സലാമിയത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയെ സ്തുതിക്കാം.
ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലത്തിലേക്ക് ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വരാത്തവരെയും വന്നവരെയും എല്ലാം ചുറ്റുപാടുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, കടന്നു വരുന്ന വ്യക്തികളിലേക്ക് ദൈവവചനം ആഴത്തിൽ പതിയുവാൻ അമ്മ കൂടെ ഇരുന്ന് സഹായനായ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കുവാൻ ഇവിടെ വലിയ മധ്യസ്ഥ വീഴ്ചകൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇടത്തും വലത്തും നിൽക്കുന്ന ആളുടെ മുഖത്തും നോക്കി ഈശ്വരശിയായ സ്തുതിയായിരിക്കും. മുഖത്തും നോക്കി ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചിട്ടുള്ള ഈശ്വർ താങ്കളെ അനുഗ്രഹിക്കുന്നു. ഈശ്വർ താങ്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് സമയക്കുറവാണ്, പെട്ടെന്ന് ഇരിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയമാണ് ഈ വിശുദ്ധവാരം, ഈ പീഡാനുഭവവാരം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഞാൻ ആത്മീയ മനുഷ്യനാകാൻ എന്ത് ചെയ്യും? മുറിവുകളെ തിരുമുറിവുകളാക്കിയാലേ ഞാൻ ആത്മീയ മനുഷ്യനാകും. അപ്പൊ ഇന്നത്തെ വിഷയം ഇതാണ്, മുറിവുകൾ തിരുമുറിവുകളാകുമ്പോൾ നമ്മൾ ആരാകും എന്ന് പറഞ്ഞു. മുറിവുകൾ തിരുമുറിവുകളാകാതെ ഒരു വ്യക്തിക്കും ആത്മീയ മനുഷ്യനായി തീരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകുതി നോയമ്പ് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ രാവിലത്ത ദേവാലയത്തിന്റെ മധ്യമാണ്. ഇതിനെ ഈ ദേവാലയത്തിന്റെ മധ്യ നാട്ടുന്ന രാവിലത്ത ഈ 25 തുടർന്നുള്ള ഈ പകുതി ദിവസം, 25 ദിവസം കുരിശിലേക്ക് നോക്കി അനുതാപത്തിലേക്ക് ജനം വരാൻ വേണ്ടിയാണ്. പകുതി നോയമ്പ് തുറന്നെങ്കിലും അനുതാപത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഈ അനുതാപമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളാണ്. ഇതാണ് വിഷയം. അപ്പൊ പ്രാരംഭമായിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ച്, എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ചോദിച്ചു. മക്കളെ ചോദിച്ച്, എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? ഉത്തരം കിട്ടിയില്ലേ കുഴപ്പമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മുടെ പരിശ്രമം? മൊത്തം എന്തിനാണ് വേണ്ടിയാണ്? ഒരു ക്രൈസ്തവന്റെ പരിശ്രമം എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പരിശ്രമം എന്തിനു വേണ്ടിയാണെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ പരിശ്രമം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഹെബ്രായർ 12:14 എല്ലാവരും നീട്ടി പറഞ്ഞു. ഹെബ്രായർ 12, ബൈബിളുള്ളവരൊക്കെ ബൈബിൾ എടുത്തു. 12-ാം അധ്യായം 14-ാം വചനം. എന്താണ് വചനം പറയുന്നത്? ശ്രദ്ധിച്ചേ. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് ഈ ലോകത്തിലെ ഈ തിരുവനന്തപുരത്തിലുള്ള എല്ലാ മനുഷ്യരോടും, ഹൈന്ദവനോടും മുസ്ലിമിനോടും എല്ലാ ജാതികളോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ പരിശ്രമം എന്തിനു വേണ്ടിയായിരിക്കണം? വലതുകൈ പറയും, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. പറഞ്ഞു. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചിട്ട് വിശുദ്ധിക്ക് വേണ്ടി ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലായിടത്തും സമാധാനം ഉണ്ടാവും. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ എന്ത് ഉണ്ടാവും അറിയാമോ? ഇടവകയിൽ സമാധാനം, കുടുംബത്തിൽ സമാധാനം, ചുറ്റുപാടുകളിൽ സമാധാനം, ദുരന്തങ്ങൾ ഇല്ലാതാകും. അതുകൊണ്ടാണ് 10 കന്യകമാരുടെ ഉപമ വായിച്ചിട്ടില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം 25 എടുക്കണ്ട, ആ 25-ാം അധ്യായം 10 കന്യകമാരുടെ ഉപമ വായിക്കുമ്പോഴൊന്ന് പറയുമോ? അല്ലേ? നമുക്ക് പറയാനുണ്ടോ? നമുക്ക് പറയാനില്ല. നമുക്ക് മറ്റേതൊക്കെ പറയാം. അപ്പൊ എന്താണ്? 10 കന്യകമാരുടെ കയ്യിലും വിവേകവതികളും വിവേകരഹിതരും. ഈ 10 പേരുടെ കയ്യിൽ എന്തുണ്ട്? പറഞ്ഞു. ഈ 10 പേരുടെ കയ്യിൽ എന്തുണ്ട്? എന്താ ഈ വിളക്ക്? വിളക്കെന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതമാണ്. എന്റെ ജീവിതമാകുന്ന വിളക്കിൽ വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ എണ്ണ വറ്റിപ്പോയ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഈ നിമിഷമെങ്കിലും
എണ്ണമറ്റാതെ ജീവിക്കണം. വിശുദ്ധിയുടെ എണ്ണമറ്റാതെ. എൻ്റെ ജീവിതമാകുന്ന വിളക്കിൽ വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോയത്. മണവാളൻ ചിലപ്പോൾ ഇന്ന് വരാം. ഈ രാത്രിയിലാണ് താങ്കളുടെ അന്ത്യം എന്ന് പറയാൻ ഒക്കുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ അമേരിക്കയിൽ ഒരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പെട്ടെന്ന് മോന് ഒരു തലവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, 4th സ്റ്റേജിൽ കഴിഞ്ഞു, ഇപ്പൊ മരിച്ചത്. അപ്പൊ 15 അത് അന്ന് വരെ കുഴപ്പമില്ലാതെ നടക്കുമായിരുന്നു. അപ്പൊ നമ്മളെ വിശുദ്ധിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പരിശ്രമം മൊത്തം വിശുദ്ധിക്ക് വേണ്ടി ആയിരിക്കണം. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തവൻ ക്രൈസ്തവനല്ല. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീരുന്ന ജീവിതമല്ല പ്രിയരെ. നിത്യതയിലേക്കുള്ള ഒരു പ്രയാണമുണ്ട്. അതാണ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പുകാലം തന്നിരിക്കുന്നത്. ദുഃഖവെള്ളിയും പെസഹായും ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു ആചരണമാണ്. പക്ഷെ ഈ ആചരണം എന്തിനു വേണ്ടിയാ? എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കരമേറ്റി ഹല്ലേലൂയ പറഞ്ഞേ. സ്ഥലമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഗുണമില്ലല്ലോ, സ്ഥലം പോലെയല്ലോ. ഹല്ലേലൂയ. ഇതിനെ കരമുയർത്താൻ പറയുന്നത്. ഒനിയോ കുഞ്ഞിയോ നീയോ ഓടിക്കോളാം ചെയ്യാൻ. നീ ഒന്ന് കരം ഉയർത്തി, 2 കരം ഉയർത്തി. കരം ഉയർത്ത്, കരം ഉയർത്താൻ. അതെയാണ് പിടിയ. അപ്പോൾ കരം എന്തിനെ കരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ, ഇവനേക്കാൾ ഒരു 4 വയസ്സുള്ള കുഞ്ഞാണെന്നിരിക്കട്ടെ, കരം ഉയർത്തുന്നതിന് ഉദ്ദേശം എടുക്കണം. അപ്പൊ നിങ്ങൾ കരം ഉയർത്തുമ്പോൾ ദൈവം തമ്മിൽ നിങ്ങളെ എടുത്തു എന്നാണ്. ഇങ്ങനെ എടുക്കും, അവനിങ്ങനെ പൊക്കി എടുക്കും എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചതേ ഉള്ളൂ. കരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ എടുത്തു. അപ്പൊ നിങ്ങളെ ആരെടുത്തു? കരം ഉയർത്തുന്നവരെ എല്ലാം ആരെടുത്തു? ഹല്ലേലൂയ. ബൈബിളിൽ എവിടെയാണ് ഈ കരം ഉയർത്തുക പറയുന്നത്? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വചനം എന്താ പറയുന്നത്? 1 തിമോത്തിയോസ് 2:8 അല്ലേ? 8-ാം വചനം. പുരുഷന്മാരൊക്കെ പുരുഷന്മാർ. പുരുഷന്മാരെന്ന് ബൈബിളിൽ പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീകളും. എപ്പോഴും ബൈബിളിൽ പുരുഷാരെന്ന് പറയും. അതിന്റെ പിന്നിൽ ആരുണ്ട്? പുരുഷനും സ്ത്രീ. അപ്പൊ പുരുഷന്മാർ അതിനാൽ കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരമുയർത്തി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ഈ തിരുവനന്തപുരം സെന്റ് ജോൺസ് ഇടവകയിലെ ഓരോ പുരുഷന്മാരുടെ കൈകളും എങ്ങനെയായിരുന്ന കരമായിരിക്കണം? പവിത്രമായ കരങ്ങളാകണം. ഈ കരം എന്താണ്? പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ കരങ്ങൾ ഉയർത്തുക പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഞാൻ സമ്പൂർണ്ണമായ സമർപ്പണത്തിന്റെ പേരാണ് കരം ഉയർത്തുക എന്ന് പറഞ്ഞത്. എന്താണ്? ഒരു കൊള്ളക്കാരൻ പോലീസിന്റെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ മുമ്പിൽ വന്നു വീണു. അവൻ കരമുയർത്തുന്നതിന് ഇനി വെടിവെക്കലെന്ന് പറയും. ഞാൻ കീഴടങ്ങിയെന്ന് എന്നെ ഇനി വെടിവെക്കലെ, ഞാൻ പൂർണ്ണമായി. അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധി സമ്പൂർണമായ സമർപ്പണത്തിന്റെ പേരാണ് കരമുയർത്തുക. ഇപ്പൊ കരമുള്ളവരൊക്കെ കരമുയർത്തി. കരമുള്ളവർ ഒടിഞ്ഞ കരമല്ല, ഒടിയാത്ത കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ കരമുയർത്തുമ്പോൾ ആര് നിങ്ങളെ എടുക്കും? ഞാൻ കോഴിക്കോട് ഒരു ധ്യാന കേന്ദ്രത്തില് കരമുയർത്താൻ പറഞ്ഞു. അപ്പൊ ദൈവം നിങ്ങളെ എടുക്കുന്നു. അപ്പൊ മുന്നിലിരുന്ന ഒരു കുഞ്ഞ് അവൻ ആ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ദേഹത്തൊരു രക്തടിക്കുന്ന അനുഭവം ഉണ്ടായി. ഈ കുഞ്ഞിന്റെ കിഡ്നി തകരാറായതുകൊണ്ട് ഒടുവിലിരിക്കും. ഈ കുഞ്ഞിന് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അവൻ ആ നിമിഷം വ്യത്യാസത്തിന് പരിശോധിച്ചപ്പോൾ 2 കിഡ്നി വർക്ക് ചെയ്യാൻ. അപ്പൊ കുഞ്ഞിന്റെ ആ ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത് അകലെയല്ല, ഇപ്പോൾ കരമുയർത്തി പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, ശക്തിയോട് പറഞ്ഞ്, ഉണർവോട് പറഞ്ഞ്. അപ്പൊ ഇവിടെ വചനം പറയുന്നത്
ഈ തിരുവല്ല അതിരൂപത മൊത്തം അനുഗ്രഹിക്കും. 10 പേര് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച ഈ അതിരൂപത മൊത്തം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് തുടർന്ന് പറയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ ഈ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ 10 കന്യകമാരുടെ ഉമ്മയിലെ വിളക്ക്, പിന്നെ എന്താ ഉണ്ടാവുക? എണ്ണ. ആരുടെ കയ്യിലെ എണ്ണ പറ്റിപ്പോയത്? അപ്പോ അതിന്റെ അർത്ഥം എന്നാ? നമ്മള് വിശുദ്ധിയുടെ എണ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പാപം. നമ്മളിലെ പാപം ആണ് വറ്റിയ വിളക്കുമാണ്. എൻ്റെ ജീവിതമാകുന്ന വിളക്കിൽ എണ്ണ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപ സാഹചര്യങ്ങളും പാപത്തിന്റെ അടിമയായി, പിശാചിന്റെ അടിമയായി ജീവിക്കുന്ന വ്യക്തിക്ക് മണവാളനെ എതിരേൽക്കുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വേണം, എന്തിനു വേണ്ടി പരിശ്രമിക്കണം? ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് എന്താണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്താണ്? വിലയേറിയത് അത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ഇവിടെ പുരുഷന്മാരെല്ലാം വന്ന് പറഞ്ഞു. ഏറ്റവും വിലയേറിയ കാര്യം എന്താണ്? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 8-ാം. എല്ലാവരും എടുത്തേ. 1 തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വചനം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം. ശാരീരികമായ നടക്കാൻ അറിയുന്നതുകൊണ്ട്, കുറെ 4-5 കിലോമീറ്റർ നടക്കുന്നതുകൊണ്ടൊക്കെ ഒരു കുറച്ച് പ്രയോജനമേ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയ എല്ലാ വിധത്തിലും നീ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ നീ വിലയേറിയ മനുഷ്യനാണ്. നിന്റെ വില ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. കണ്ടോ സഹോദര, പേരെന്നാ? റെജി ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ സഹോദരന്റെ വില ഈ ഭൂമി മുഴുവൻ വിറ്റാലും, ലോകം മുഴുവൻ എഴുതി വിറ്റാലും സഹോദരന്റെ പേരെന്നാ? പുഷ്പയുടെ വില ഈ ഭൂമി മുഴുവൻ എഴുതി വിറ്റാലും പുഷ്പയുടെ വില ആകുന്നു. എന്ന് വെച്ചാൽ അത്രമാത്രം വിലയാണ്. ആത്മീയന്റെ വില ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ ആത്മീയ മനുഷ്യനാകുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിലയേറിയ ജീവിതം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയരാണോ? നിങ്ങളുടെ ജീവിത പങ്കാളി ആത്മീയരാണോ? പ്രിയ മക്കളെ, നിങ്ങൾ ആത്മീയരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സും ഒക്കെ ആയെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. അതൊന്നും രക്ഷപ്പെടലല്ല. 3 പെൺപിള്ളേർ ഡോക്ടേഴ്സ്, 3 പെൺപിള്ളേർ ഡോക്ടേഴ്സ്. അപ്പനും അമ്മയും അമേരിക്ക ഡോക്ടേഴ്സ്, അവരും അമേരിക്ക. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അവര് കേൾക്കുന്നില്ലെങ്കിൽ അപ്പനും അമ്മയും കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ആ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. മുന്നിൽ സായിപ്പിന്റെ രീതിക, സായിപ്പ് മാതാവിനെ കൂടിയിരിക്കുന്നു. പക്ഷെ മലയാളികളാണ് അവര്, പിന്നീട് അറിയുന്നത്. അപ്പൊ ധ്യാനം കഴിഞ്ഞ് തന്നെ കാണാൻ നിൽക്കുമോ? ഇദ്ദേഹത്തിന്റെ അനിയൻ ആ പള്ളിയുടെ കപ്പിയായ വർഷങ്ങളായി ഏതാണ്ട് 40 വർഷമായിട്ട് ആ പള്ളിയുടെ ശുശ്രൂഷ കപ്പിയായി. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, ജാർഖണ്ഡില് ജിസ്യൂട്ട് വൈദ്യൻ. എന്താണ് ഈ അപ്പൻ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കാര്യം പറയുമ്പോൾ ഈ കപ്പിയാരി പരിചയപ്പെടുത്തുക. ഇതെന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, മൂത്ത സഹോദരനാണ്. ഇദ്ദേഹം ഇവിടെ നാട്ടിൽ MBBS കഴിഞ്ഞ് തുടർന്ന് അമേരിക്കയിൽ പോയി അവിടെ ചെന്ന് പഠിച്ചു. പിന്നെ ഇവിടെ കോട്ടയത്ത് അടുത്തുള്ള ഒരു ഡോക്ടറിനെ കിട്ടി. അങ്ങനെ അവരും പോയി. അവർ 2 പേരും ഡോക്ടേഴ്സായി, അമേരിക്കയിൽ ഡോക്ടറായി. 3 പെൺപിള്ളേരും ഡോക്ടേഴ്സ്. അവരും പിരിവടം. ഹല്ലേലൂയ. ഒരു ദിവസം 5 ബെൻസ്, ഏറ്റവും വില കൂടിയ അമേരിക്കയിലെ ഏറ്റവും വില, ബെൻസിനേക്കാൾ വില കൂടിയ 2 കോടിക്ക് മുകളിൽ, കാറിന്റെ പേരൊക്കെ പറഞ്ഞാൽ വിട്ടുപോയത്, ആ 2 കോടിക്ക് മുകളിൽ വിലയുള്ള കാറാണ്
ദിവസം ഈ കാറിലാണ് ഇവർ അച്ഛൻ പോകുന്നത്. ഹല്ലേലൂയ. ഇനി സംഭവം കേട്ടോണം. മൂത്ത മോളെ വിവാഹം കഴിച്ചത് അവിടെ അതിപ്രശസ്തനായ ഒരു ഡോക്ടർ സൈമൺ. കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. വിവാഹം കഴിഞ്ഞപ്പോഴേ ഇനി ഒരു വർഷം കഴിയുമ്പോൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നു. എന്താണ്? ഞാൻ നിങ്ങളുടെ എനിക്ക് വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. അപ്പൊ വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് നമുക്ക് പിരിയാം. സന്തോഷത്തോടെ, അമേരിക്കൻ സിസ്റ്റമാണ്, സന്തോഷത്തോടെ പിരിയാം. അപ്പൊ ഇവിടെ പറഞ്ഞു, പപ്പായ്ക്ക് ഇത് കേട്ടാൽ ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത്. അവൻ പറഞ്ഞു അതൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ സ്നേഹത്തോട് പിരിയും. അങ്ങനെ വിവാഹമോചനമായി. അവളൊരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും എഴുതുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ മോളെ കാഞ്ഞിരപ്പള്ളിയിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ കണ്ടു. അവൻ ഡോക്ടറാണ്, ജൂനിയർ ഡോക്ടറാണ്. അവിടെ ഇവിടുത്തെ പഠനം പോലെ അമേരിക്കയിൽ പഠിക്കും. അവിടെ കൊണ്ടുവന്ന് അവര് പഠിപ്പിച്ചു. അമേരിക്കയിൽ അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ ടെസ്റ്റ് എഴുതി പാസ്സായി കിട്ടി. അപ്പോ 2 വർഷം അങ്ങനെ പോയി. 3-ാമത്തെ വർഷം ഇവൻ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട് തീർന്നു. ഞാനൊരു പെണ്ണിനെ ഇവിടെ കണ്ടു, അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിലാണ്. അതും അങ്ങനെ ചുരുക്കി പറയാനാണെങ്കിൽ 3 പെൺപിള്ളേരുടെ വിവാഹമോചനം നടന്നു. എന്ത് നടന്നു? അതിലെ ഒരു ഹൈന്ദവ സന്യാസി പറഞ്ഞത്, കത്തോലിക്കൻ വിവാഹം ചെയ്യുന്നത് വിവാഹമോചനം നടത്താൻ. തൃശ്ശൂർ അതിരൂപതയിൽ ഒരു വർഷം 1000 വിവാഹമോചനം നടന്നത്. ഈ വിവാഹമോചനം എന്ന് പറഞ്ഞ എന്റെ പേര് എന്റെ ദൈവം കൊടുക്കുന്ന 127 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. എത്ര കാര്യമുണ്ട്? അതിൽ 1-ാമത്തെ കാര്യമാണ് വിവാഹമോചനം. മലാക്കി 2:14. മലാക്കി 2:14 പെട്ടെന്ന് എടുക്കാം, ഒത്തിരി വിഷയങ്ങൾ കടന്നു പോകാനുണ്ടല്ലോ. മലാക്കി 2:14 എന്താ വചനം പറയുന്നത്? മലാക്കി എന്ന് പറഞ്ഞാൽ മലാക്കി കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം കേട്ടോ. വിളിക്കുകയാണ് ഓർഗനൈസ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നേ. വിവാഹമോചനത്തെ ദൈവം വെറുക്കുന്ന 1-ാമത്തെ കാര്യം എന്നാ? വിവാഹമോചനത്തിന് പ്രോത്സാഹനം കൊടുക്കുകയോ വിവാഹമോചനത്തിന് കൂട്ടുപിടിക്കുകയോ സാക്ഷി നിന്നാലോ നിങ്ങൾ ഉത്തരപ്പ് കടം കൊടുക്കും, നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. വിവാഹമോചനം ദൈവം വെറുക്കുന്ന 1-ാമത്തെ കാര്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സലമിയലി ഹല്ലേലൂയ. 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 പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 പിള്ളേരും അങ്ങനെയായി. ഈ 3 പെൺപിള്ളേരും വിവാഹമോചനം കഴിഞ്ഞ ശേഷം ലഹരി കൂടിയ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. രാത്രി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഈ 3 പിള്ളേർ ഇങ്ങനെ ആയി തീർന്നതിന് ശേഷം ഈ അപ്പന് ഹാർട്ട് അറ്റാക്ക് വന്നു. 2-3 പ്രാവശ്യമായ ആകപ്പാടെ സ്ഥിതിയായി. ഹോസ്പിറ്റലിൽ അദ്ദേഹം പോകുന്നില്ല, ഭാര്യ പോകുന്നില്ല. 2 പേർക്കും ഭയങ്കര നിരാശയായി. അപ്പോൾ നാട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു, എടാ, ഞാൻ ശരിയായ പേര് പറയുന്നില്ല, ലോറൻസ്, വേറൊരു പേരാ ലോറൻസ്, എനിക്ക് കുടുംബവീതം കുറെ കിടപ്പില്ല. ആ വീതമൊന്നും എനിക്ക് അവിടെ ഒരു 1 കോടി രൂപയുടെ വീട് വെക്കണം. ചേട്ടൻ 1 കോടി രൂപയുടെ വേണ്ട, നിങ്ങൾ 2 പേരും 50 ലക്ഷത്തിന് വെക്കാം. 50 ലക്ഷം എൻ്റെ മോന് കൊടുക്കുവാണെങ്കിൽ അവൻ ഉത്തരേന്ത്യയിൽ ഒരു 200 പേർക്ക് വിളിച്ചു കൊടുക്കും. എത്ര പേർക്കാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നാട്ടിൽ വന്ന് അവർ അമേരിക്കയിൽ ബദറെ, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് 4 വർഷമായി. എത്ര വർഷമായി? എന്റെ മക്കൾ ഇന്നേ ദിവസം വരെ വിളിച്ചിട്ടില്ല. എന്റെ മക്കൾ ഇന്നേ ദിവസം വരെ. ഈ കമ്പ്യാരുടെ മകനുണ്ടല്ലോ വൈദികൻ, എല്ലാ മാസവും വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണും.
കണ്ണു നിന്ന് കണ്ണീര് വീഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവൻ കപ്പിയാരാണ്, കുടുംബമൊക്കെ പഴയതായതുകൊണ്ട് ഞാൻ ഇവന്റെ മകനെ 10ാം ക്ലാസ് പാസ്സായിട്ട് പറഞ്ഞു, എടാ അവനെ ഇവിടെ ഞാനിവിടെ അവനെ പഠിപ്പിച്ചു ഡോക്ടറാക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കപ്പിയായ മോനോട് ചോദിച്ചു, മോനെ വലിയപ്പ പറയുന്നു നീ അമേരിക്കയ്ക്ക് പോകാൻ, നീ എന്ന് പറയുന്നു. പപ്പായോട് ഞാൻ 8ാം ക്ലാസ്സിൽ പറഞ്ഞതല്ലേ ഞാൻ വൈദികനാണ്, എൻ്റെ ആഗ്രഹം അതാണ്, പപ്പായ്ക്ക് അറിയുന്നു. അങ്ങനെ വൈദികനാണ്. ഞാൻ 10,000 രൂപ പള്ളിയിൽ നിന്ന് കിട്ടും, കൂടാതെ 400 റബ്ബർ ഞാൻ വെട്ടുന്നുണ്ട്. ഇപ്പൊ 62 വയസ്സ് കഴിഞ്ഞെങ്കിലും 400ഓളം റബ്ബർ എപ്പോഴും ഞാൻ വെട്ടുന്നതിനൊരു കാരണമുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇത് മതി. പക്ഷേ വർഷത്തിൽ അവൻ വരുമ്പോൾ 2,70,000 രൂപ ഞാൻ എൻ്റെ മകനെ കൊടുത്തു വിടും. എന്തെന്നറിയാമോ? 30,000 രൂപ ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട് വെച്ച് ഒരു ബോർവിൽ ഒഴിച്ചു കൊടുക്കാം, പഴകടിച്ച് വീട്. 30,000 രൂപയ്ക്ക് എൻ്റെ മകൻ ഇതിനോടകമായിട്ട് 100 കണക്കിന് വീട് വെച്ചു. ഇപ്പൊ ചേട്ടൻ 50 ലക്ഷം കൊടുത്തു, അതുകൊണ്ട് ഒരു 10,250 വീടുള്ള വെക്കാൻ നോക്കൂ. 60,000 ഗോത്രവർഗക്കാരെ കത്തോലിക്ക സമീപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ വിചാരം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ പോകുന്നതാണ് വരുന്ന അതൊന്നും അല്ലേ? അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 4:8 പറയുകയാണ്. എന്താ വചനം പറയുന്നത്? ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ആത്മീയ മനുഷ്യന് മരണമില്ല. ആത്മീയ മനുഷ്യന് അൽഫോൻസാമയ്ക്ക് മരണമുണ്ടോ? ചാവറയിച്ചിന് മരണമുണ്ടോ? ദൈവസഹായത്തിലേക്ക് മരണമുണ്ടോ? സഭ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടി. അതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന്റെ നാവിലേക്ക് അണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വിശുദ്ധരായോ? മോനെ വിശുദ്ധനായോ? രൂപക്കുട്ടി കയറാറായോ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, രൂപക്കുട്ടി കയറാറായോ എന്ന് ചോദിച്ചു. ചുമ്മാ പറയല്ല, ആത്മീയതയാണ്. ആത്മീയ മനുഷ്യനാണെങ്കിൽ പുഷ്പ മരിച്ചാലും തലമുടിക്ക് വരെ, സാരിക്ക് വരെ, കർച്ചീഫിന് വരെയാ. പ്രിയ സഹോദര ക്രൈസ്തവ, നിന്റെ വില നീ മനസ്സിലാക്കണം. അതിനാണ് നോക്കാലം തന്നിരിക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അപ്പൊ നമ്മള് പരിശ്രമം പറഞ്ഞു, ജീവിതത്തിൽ എന്താണ് വിലയേറിയെന്ന് പറഞ്ഞു. ഇനി 3ാമത്തെ ചോദ്യം പുഷ്പയുടെ തന്നെ ചോദിക്കാം. കർത്തവ്യം എന്നാ പുഷ്പ കർത്തവ്യം തന്നെ? ഒരു മനുഷ്യന്റെ കർത്തവ്യം. മക്കളുണ്ടോ? എത്ര പേരുണ്ട്? വന്നിട്ടുണ്ടോ? ഇല്ല. അതായത് ഹല്ലേലൂയ. വീട്ടിലുണ്ടോ അവരെ? നാളെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഞാൻ കത്ത് തന്നെ വിടാം കേട്ടോ. നാളെ വന്നിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേ. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. എന്താ ചോദിച്ചത്? നമ്മുടെ കർത്തവ്യം. സാധാരണ ജഡീയ മനുഷ്യനോട് ചോദിച്ചാൽ അവര് പറയും, മക്കളെയൊക്കെ കെട്ടിച്ച് അവരെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കർത്തവ്യം. ഇനിയിപ്പോ ചേട്ടനെന്തോ മക്കളെല്ലാം വെളിയിൽ പോയി, പാപ്പയുടെ കൊച്ചുമക്കൾ പറയും കർത്തവ്യം. ഇതാണ് പോഷനായ മനുഷ്യൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് അവരുടെ കൊച്ചുമക്കളെ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കർത്തവ്യം തീർന്നെന്നാ പറയുന്നത്. തീർന്നില്ല. എന്താ കർത്തവ്യം? സഭാപ്രസംഗം അവസാനിക്കുക. 12:13 സഭാപ്രസംഗി 12:13 നിങ്ങൾ എടുത്തോ. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ എടുത്തോ, പെട്ടെന്ന് ബുക്സ് വായിച്ചോളൂ. സഭാപ്രസംഗി 12:13. പരിസമാപ്തി ഇതാണ്. എല്ലാം കേട്ട് കഴിഞ്ഞത് തന്നെ. പരിസമാപ്തി ഇതാണ്. എല്ലാം ശാലോമിൽ കൂടി കേൾക്കുന്നു, ഷെക്കീനായിൽ കൂടി കേൾക്കുന്നു, ഗുഡ്നസിൽ കൂടി കേൾക്കുന്നു, അങ്ങനെ പൗരുഷയിൽ കൂടി കേൾക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞത്. ദൈവഭയമുള്ളവനായി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം ഇതാണ്. ദൈവഭയമുള്ളവൻ.
ദൈവവചനമനുസരിച്ച് മക്കൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കുടുംബനാഥൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഒരപ്പൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഒരമ്മ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കർത്തവ്യമെല്ലാം കഴിഞ്ഞു. ഇതാണ് കർത്തവ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവഭയമുള്ളവനാകുക എന്ന് പറഞ്ഞാൽ, ദൈവഭയം എന്ന് പറഞ്ഞാൽ നീ ദൈവഭക്തനായി മാറും. നീ ആരായി മാറണം? പറഞ്ഞു ദൈവഭക്തനായി മാറും. ഒക്കെ പറഞ്ഞു ദൈവഭയമുള്ളവനാകുന്ന ദൈവഭക്തനാവുക. ദൈവഭക്തനാവുക, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുക. ഇതോടുകൂടി എല്ലാ കർത്തവ്യവും. ഹല്ലേലൂയ. സഹോദരാ, നീ ദൈവഭയമുള്ള ഒരു മകനാണോ? സഹോദരി, നീ ദൈവഭയമുള്ള ഒരു മകനാണോ? മക്കളെ, നിങ്ങൾ ദൈവഭയമുള്ള മക്കളാണോ? ഇന്ന് മക്കളെ ഓർത്തും വേദനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സഹോദരി പറയാണ്, എൻ്റെ മകൻ എന്നെ കെട്ടിയിട്ട് എൻ്റെ പെട്ടിയിലിരുന്ന പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി തിരിച്ച് മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ അന്നാണ് 6 മണിക്കൂർ കെട്ടിയിട്ട് വായിക്കാത്ത തിരികെ കയറ്റി, ഒരു അമ്മയെ കെട്ടിയിട്ട് ഇപ്പോഴാണ് എന്നെ അവന് ആ പൊതിരെ തല്ലി. ഞാൻ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു, നാളെ ഇന്ന് രാവിലെ വിളിച്ച് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് കാസ ഉയർത്തുമ്പോൾ ആ കാസയ്ക്കകത്ത് ആ മകനെ ഇടണം. ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഏക മകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മകൻ ഇന്ന് ഇതാ ചെങ്ങിന്നൂരെ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ജോലി നഷ്ടപ്പെട്ട് ജോലിയും കളഞ്ഞ് ഇതാ തല്ലിപ്പൊടിയായി, കഞ്ചാവിന്റെ അടിമത്തത്തിലായി ഇന്ന് കുടുംബജീവിതം തകർത്തുകൊണ്ട് പോവുകയാണ്. അമ്മ ഈ കാസ ഉയർത്തുമ്പോഴുണ്ടല്ലോ, ആ കാസായിക്കകത്ത് മകനെ ഇട്ട് പ്രാർത്ഥിക്കണം. ഒരാഴ്ച പ്രാർത്ഥിച്ചാൽ അവൻ മനസ്സാന്തരപ്പെടുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, വേറെ അവൻ കുറെ ശാന്തമായി. ഹല്ലേലൂയ. ബ്രദറിനെ ഇനി എപ്പോഴാ സ്നേഹം? ഇന്ന് വിളിക്കണം, നാളെ വിളിക്കാം. അവന് ബ്രദറിനെ വിളിക്കണോ? ബ്രദറിനെ ഒന്ന് കാണണമോ? കാസായിക്കാൻ കിട്ടുമ്പോഴേ അവൻ എന്നെ കണ്ടിട്ടില്ല. ആ സ്ത്രീയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന ദൈവം കണ്ടു. ഹല്ലേലൂയ, സർവ്വശക്തി. ഹല്ലേലൂയ. ദൈവഭയമുള്ളവനാകുക, അവിടുത്തെ കൽപ്പനകളനുസരിച്ച് മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ്? ഞാൻ ആത്മീയ മനുഷ്യനാകണമെങ്കിൽ എന്റെ മുറിവുകളെല്ലാം എന്താകണം? തിരുമുറിവുകൾ. നമ്മൾ കുരിശിന്റെ വഴി പറയുന്നില്ലേ? എന്താ? പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എന്തെങ്കിലും അറിഞ്ഞുണ്ടാകും പറയുന്നത്? എന്തെങ്കിലും അറിഞ്ഞുണ്ടാകും നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മുറിവുകൾ എന്താണ്? മുറിവുകൾ തിരുമുറിവുകളായ ഒരു മനുഷ്യന്റെ കുറ്റം നിങ്ങൾ പറയുന്നില്ല. ആ പരാതിയില്ലാത്ത ജീവിതം നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 3 തരം മനുഷ്യരാണ് ബൈബിളിലുള്ളത്. എത്ര തരം മനുഷ്യരുണ്ട്? ഈ 3 തരം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. എത്ര തരം മനുഷ്യരുണ്ട്? ഒന്ന്, ലൗകിക മനുഷ്യർ. എന്താണ്? ഉറക്കെ പറഞ്ഞു. എന്താ ലൗകിക മനുഷ്യൻ? ലൗകിക കാര്യങ്ങൾ മാത്രമുള്ള ചിന്ത. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അടിപൊളി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്താ? ലൗകിക മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൻ 2 കോടിയുടെ പള്ളി വെച്ചാൽ ഞാൻ 5 കോടിയുടെ പള്ളി വയ്ക്കും. അവൻ 2 കോടിയുടെ വീട് വെച്ചാൽ ഞാൻ 6 കോടിയുടെ വീട് വയ്ക്കും. ഇങ്ങനെ പറയുന്നവനാണ് ലൗകിക മനുഷ്യൻ. ലൗകിക മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? വിതയ്ക്കാൻ വിത്തുകൾ ചിലത് എവിടെയെങ്കിലും ഒരു വിതയ്ക്കാൻ വഴിയിൽ വിത്തിടുമോ? പാറപ്പുറത്ത് വിത്തിടുമോ? ഉള്ളക്കളയിൽ വിത്തിടുമോ? എന്താണ് ഇതിന്റെ അർത്ഥം? ലൗകിക മനുഷ്യനാണ്. ലൗകിക മനുഷ്യന് ഈ വചനമൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. അത് ബൈബിളിൽ പറയുന്നുണ്ട്. പാറപ്പുറത്തും വഴിയേരിയിലും വീണ വിത്താണ് ലൗകിക മനുഷ്യൻ. 1 Corinthians 2:14. എല്ലാവരും 1 Corinthians 2:14. ലൗകിക മനുഷ്യൻ ദൈവാത്മാവിന്റെ ദാനം പോഷത്വമാകയാൽ അത് സ്വീകരിക്കുന്നില്ല. ഈ വചനം സ്വീകരിക്കില്ല.
ദൈവാത്മാവിന്റെ ദാനം. ഇത് ദാനം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ് ഈ വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ സമ്മാനമാണ്. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് ദൈവവചനം. അതാണ് വചനം. അപ്പോൾ ലൗകിക മനുഷ്യനെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവനത് സ്വീകരിക്കുക. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ വചനം ഗ്രഹിക്കാൻ എന്താ ബ്രദർ പറഞ്ഞതെന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു. ഇത് ഗ്രഹിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ലൗകിക മനുഷ്യൻ ആരാണെന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. എന്താ ജഡിക മനുഷ്യൻ? ഇന്ന് സഭയിൽ 90% ജഡിക മനുഷ്യരാണെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവൊക്കെ അടുത്തെന്ന് പറയുന്നത്. എന്താ ജഡിക മനുഷ്യൻ? ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1 മുതൽ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനം. സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. കോരിന്തോസ് സഭയോട് പറയുകയാണ്, നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം ദൈവവചനത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് കുറവാണ്. അതുകൊണ്ട് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ വചനം അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് അടിക്കും. ഞാൻ കഴിയാൻ സാധിക്കും, തിരിച്ചു കഴിക്കും. ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താ? വചനം ഇരുതല വാൾ. ഈ വാളിന്റെ ഇരുതല വാളിന്റെ പ്രത്യേകത എന്തുവാ? 2 സൈഡും. അപ്പൊ വചനം ഇരുതല വാളാകുന്ന കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ അഭിഷേകം ഉണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് വചനം. കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഒരുപോലെ അഭിഷേകം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് വചനം. വചനം വിത്താണ്. അതിനെന്താണ്? ഒരു വാഴ നട്ടാൽ 1 വർഷം വേണം അതിന് പോലെ. ഒരു റബ്ബർ വെച്ചാൽ 7 വർഷം വേണം, 7-8 വർഷം വേണം. ഒരു തെങ്ങാണെങ്കിൽ ഒരു എത്ര വർഷം വേണം? ഒരു പല രീതിയിലുള്ള വർഷങ്ങൾ വേണ്ടി. അപ്പൊ വചനമാകുന്ന വ്യക്തിന്റെ പ്രത്യേകത വചനം യുദ്ധ സമയത്ത് തന്നെ ഫലം. ഇപ്പോൾ തന്നെ കുമ്പസാരിക്കണമെന്നുള്ള തോന്നൽ. ചില യുവജന ക്ലാസ് എടുക്കുമ്പോഴേ, കഴിഞ്ഞ ആഴ്ച യുവജന ക്ലാസ് എടുത്തപ്പോഴേ അവരിപ്പോൾ തന്നെ കുമ്പസാരിക്കും. 2 ദിവസം മുമ്പ് സിസ്റ്റേഴ്സിന്റെ ധ്യാനമായി 170 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ സിസ്റ്റേഴ്സിന് ഇപ്പോൾ തന്നെ കുമ്പസാരിക്കും. ഞാൻ പറഞ്ഞാൽ എനിക്ക് കുമ്പസാരിക്കാൻ സമയം 5 ദിവസം ഉണ്ടല്ലോ. കേട്ടപ്പോൾ മനസ്സ് കേൾക്കുമ്പോൾ അതാണ് വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വചനം അവിടെ ഇരിക്കണേ. ആദ്യം മാർപ്പാപ്പ വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 3000 പേര്. അതൊക്കെ ശരി. എന്ത് സംഭവിച്ചെന്നുള്ളത് ആദ്യം മാർപ്പാപ്പ വചനം പറഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം സംഭവിച്ചു. പുഷ്പയ്ക്ക് കൂടി കിട്ടിയ മാനസാന്തരമൊക്കെ ശരി. ആദ്യം മാർപ്പാപ്പ വചനം പ്രസംഗിച്ചപ്പോ ഞാനിപ്പോ വാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് പറയാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. ഇത് കേട്ടപ്പോൾ, ഈ വചനം കേട്ടപ്പോൾ തിരുവനന്തപുരത്ത് സഞ്ചരിച്ചവരെ മക്കളുടെ ഹൃദയം നുറുങ്ങി. ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. എന്ത് പറഞ്ഞു? സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ജീവിച്ചാൽ ശരിയാകത്തില്ല. ഇങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾ എത്തേണ്ടിടത്ത് എത്തത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇങ്ങനെ ജീവിച്ചാൽ എത്തേണ്ടിടത്ത്. നല്ല കല്ലറയൊക്കെ ഉണ്ട്, പക്ഷെ നരകത്തിലെ വെറുപ്പോട് കൂടി ഇന്ന് നിങ്ങൾ
പരിശുദ്ധ സഭയിൽ 5 ലക്ഷം കത്തോലിക്കൽ വന്നു കുർബാന ഓഫീസിൽ വേണ്ടി രക്ഷ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പിടിച്ചിട്ടിയ. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് 10 കൽപ്പനകളല്ല നോമ്പ് കാലത്ത് ഒതുക്കേണ്ടത്. ഗിരിപ്രഭാഷണം മത്തായി 5:6-7 ഇതൊക്കെ പിന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ഇത് കേട്ടപ്പോഴാണ് ഹൃദയം നുറുങ്ങി. എന്നിട്ട് എന്ത് ചോദിച്ചു? ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വലുതുവരെ വലിയ ചോദിച്ചു, ഈശോയെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഞങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരാ, കുറെ കൂടെ മെച്ചപ്പെടണം. നിങ്ങൾ പശ്ചാത്തപിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കണം. പാപമോചനത്തിനായി നിങ്ങൾ പശ്ചാത്തപിക്കണം. എന്താ പശ്ചാത്താപം? എന്താ പശ്ചാത്താപം? പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് പശ്ചാത്താപം. എന്താണ്? പത്രോസിന് പശ്ചാത്താപം ഉണ്ടായി, യൂദാസിന് കുറ്റബോധം ഉണ്ടായി. പത്രോസിന് എന്തുണ്ടായി? ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ദൈവത്തിനെതിരാണ് എന്ന് എന്റെ മനസ്സിൽ പറയുന്നതിന്റെ പേരാണ് പശ്ചാത്താപം. ഞാൻ അച്ഛനെ വേദനിപ്പിച്ചപ്പോൾ അച്ഛനെയല്ല യേശു ക്രിസ്തുവിനെ, ഞാൻ സഹോദരനെ വേദനിപ്പിച്ചപ്പോൾ ക്രിസ്തുവിനെയാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിനെതിരാണെന്ന് പറയുന്നതിന്റെ പേരാണ് പശ്ചാത്താപം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ കേൾക്കണേ. അപ്പോൾ പശ്ചാത്താപം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. എന്താണ്? ഇങ്ങനെ ജീവിച്ചാൽ ആചരണം മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സലാമിയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജഡിക മനുഷ്യൻ ആരാണെന്ന് കേൾക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം. ജഡിക മനുഷ്യന് എന്താണ്? 1 കൊരിന്ത്യർ 3-ന്റെ 1 തൊട്ടുള്ള വചനം. സഹോദരരെ, നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയും? അവൻ ആരാണ്? ഈശോ ആരാണ്? ഇവൻ ആരാണ്? ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചവൻ, എനിക്ക് വേണ്ടി യാഗമായവൻ, എന്റെ പാപത്തിന് പരിഹാരമായവൻ, എന്റെ പാപം എന്നേക്കുമായി മാറ്റാൻ വന്നവൻ, എനിക്ക് പർദീസ തിരിച്ചു തന്നവൻ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ഇന്നും പൈതങ്ങൾ, ഇന്നും 80, 85, 75, 45 ഒക്കെ വയസ്സുണ്ട്, കുപ്പിപ്പാരം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പറയുവാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്ന പോലെ സംസാരിക്കുന്നത്. ഗുരുവായ ഭക്ഷണം കഴിക്കാം, ഗുരുവായ ഭക്ഷണം ശക്തനല്ലാതിരുന്നതിനാൽ ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? അടുത്ത വചനം പറയുന്നു, എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരും ഇടവകയിൽ അസൂയുണ്ടോ, തർക്കമുണ്ടോ? എന്നിട്ട് ജഡീകരാണ്. നിങ്ങൾ ഒരിക്കലും സ്വന്തത്തിൽ പോയിട്ടില്ലെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഇടുങ്ങിയ പ്രവേശനം, നാശത്തിലേക്ക് നടക്കുന്ന വഴി. അപ്പൊ വിശാലമായ വഴിയിൽ കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാൻ, കൂടെ പോരാൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അത് കാണിക്കുന്നു പോലും ഒരു സൽകൃത്യങ്ങളും. നിങ്ങൾ ആത്മീയ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര ശിഷ്യനായ എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനായ എന്നെയും നിന്നെ പോലെയാക്കണം. ഞാൻ മുഴുവനായി ക്രിസ്തുവാകണം. എന്നെ കണ്ട യേശു ക്രിസ്തുവിനെ പോലെതാ. അടുത്തിരിക്കുന്ന വ്യക്തിനെ വെച്ച് എന്നെ കണ്ടിട്ട് യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ യേശു
മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിന്റെ അർത്ഥം ഞാൻ യേശു ഒന്നാണെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഷയല്ല. ഞാനും ക്രിസ്തു ഒന്നാണ്. ഞാനും ക്രിസ്തു. ഉൾപ്പെടെ മനസ്സിലായോ? ജീവിത പങ്കാളി വന്നിട്ടുണ്ടോ? ചോദിക്കുന്നില്ല. അപ്പൊ ഞാനും ക്രിസ്തുവും ഒന്നാണ്. എന്നെ കണ്ടാൽ ക്രിസ്തുവിനെ പോലെ ഇരിക്കും. എന്നെ കാണുന്നത് ക്രിസ്തുവിനെ കാണും. ലോകപ്രശസ്തനായ സുവിശേഷകനായ ബെന്നിഹി. ആരാണ് ബെന്നിഹി? ഏറ്റവും കൂടുതൽ 5 ലക്ഷം പേരൊക്കെയാണ് പുള്ളിയുടെ ശുശ്രൂഷയ്ക്ക് ഒറ്റ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. 5 lakhs. അപ്പോൾ ഇദ്ദേഹം നൈജീരിയ ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേലയ്ക്ക് വരികയും അന്ന് അവിടെ 2-3 ലക്ഷം ജനത്തോളം കൂടി. അപ്പോ അവിടെ വന്ന ഒരു ട്രെയിനിലാവും. അപ്പോൾ ട്രെയിനിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. മോൻ എത്ര വയസ്സുള്ള? 8 കറക്റ്റ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, നോക്കത്ര വയസ്സിന്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ നൈജീരിയ റെയിൽവേ സ്റ്റേഷന് അടുത്തൊരു നാടോടി കുടുംബമാണ്. പക്ഷെ കത്തോലിക്ക. അപ്പം മരിച്ചു. ഓറഞ്ച് കിറ്റാണ് റെയിൽവേ സ്റ്റേഷനിൽ ഓറഞ്ച് കൊണ്ട് കൊടുത്ത ജീവിതം. 12 വയസ്സുള്ള ഈ മോളെ പ്രാണുകൾ വെച്ചു. 1 വയസ്സുള്ള ഒരാൾ വെച്ചു. അപ്പൊ മരിച്ചിട്ട് 6 മാസത്തോളം ഇവര് ഓറഞ്ച് കിറ്റാൻ. ഒരു ദിവസം 18 ഓറഞ്ച് മിച്ചം. പിറ്റേ ദിവസം ഈ സഹോദരി റെയിൽവേ സ്റ്റേഷൻ പോകാൻ വയ്യാത്ത എനിക്ക് പനി അടിച്ചു. ഭയങ്കര പനിയായിട്ടാണ്. അപ്പൊ ഈ 12 വയസ്സുള്ള വെച്ച് പറഞ്ഞു, മമ്മി വിഷമിക്കണ്ട, ട്രെയിൻ വരുമ്പോൾ 18 ഓറഞ്ച് പോയത്. ഞാൻ കൊണ്ട് ഈ കുഞ്ഞെ ട്രെയിൻ വരുന്ന സമയം അടുത്തു. ഈ 12 ഓറഞ്ചുമായി പ്ലാറ്റ്ഫോമിൽ ചെല്ലുന്നു. ആളുകൾക്കൊക്കെ ഭയങ്കര ധൃതി. ട്രെയിൻ വന്നു, കയറാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. ഒരു ചെറുപ്പക്കാരൻ കാണുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരൻ വന്നു ട്രെയിനിക്കാരുടെ പാട്ടിൽ ഇവരുടെ കൊച്ചിന്റെ കൂടെ ഒന്ന് തട്ടി ഓറഞ്ചുകളെല്ലാം വന്നു. കുറെ എണ്ണം ട്രാക്കിൽ വീണു. വന്ന യാത്രക്കാരൊക്കെ ചവിട്ടി. എല്ലാവരും ട്രെയിനിൽ കയറുന്ന ധൃതി. ഇതൊന്ന് ശ്രദ്ധിക്കാൻ. കൊച്ച് വലിയമായി കരയും. അപ്പോൾ ഒരു സൂട്ട്കേസ് പിടിച്ചൊരു മാന്യനായ വ്യക്തി, അദ്ദേഹത്തിനെ ട്രെയിനിലാണ് പോകുന്നത്. അദ്ദേഹം ആ കുഞ്ഞിനെ മടിയിലിരുത്തി, അവിടുത്തെ ബെഞ്ചിൽ മടിയിലിരുത്തിയിട്ട് തൻ്റെ കയ്യിലിരുന്ന തൂവാലുകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പോകുന്നു. മോളെ കരയണ്ട, നിനക്ക് എത്ര ഓറഞ്ച് പോകും? പറഞ്ഞു 18 ഓറഞ്ച്. 18 അതിൻ്റെ ഇരട്ടി വില ഞാൻ 18ന്റെ ഇരട്ടി വില കൊടുത്തിട്ട് കരച്ചിൽ നിർത്താൻ പറഞ്ഞു. കുഞ്ഞ് കരച്ചിൽ നിന്നു. മോള് ശാന്തമായി കാര്യങ്ങളൊക്കെ തിരക്കി കൊച്ചു കുഞ്ഞെ ആശ്വസിച്ചു വിടുന്ന സമയത്ത് ട്രെയിനാണ്. അപ്പൊ അവിടുന്ന് വിളിക്കുക, ഞാൻ 1 മണിക്കൂർ ലേറ്റായിട്ടേ വരുത്തുള്ളൂ, ഇനി 1 മണിക്കൂർ ലേറ്റായി ട്രെയിൻ ഉള്ളൂ, ലേറ്റായിട്ടേ വരുത്തുള്ളൂ. ഏതായാലും ആ സമയത്ത് ഇരിക്കുമോ? ആ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ച് ഈ പൈസയും മേടിച്ച് ഈ കൊച്ചിൻ്റെ അടുക്കല് എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ പറയും, മോളെ നമ്മുടെ പപ്പ നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് യേശു വരാനില്ല, അത് ജീവിക്കുന്ന ദൈവം, മോളെ കണ്ണീര് തുടച്ച് തലോടുന്ന ദൈവം. ഇത് കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെനീഹിനെ ഈ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങനെ വിളിക്കേ കൈക്ക് പിടിച്ചിട്ട് അങ്ങ് ഈശ്വരനെ ചോദിച്ചു, അല്ലേ ഞാൻ ബെനീഹിയ, ഞാൻ യേശുവിന്റെ പ്രതിപക്ഷ ശിഷ്യനായ നിന്നെ പോലെ ഇത്രയും വചനം കേട്ടിട്ട് നിങ്ങൾ ആയോ? പ്രിയനെ നിങ്ങൾ ആയോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കും. ഇടവകയിലെ എത്ര കുടുംബങ്ങൾ നിങ്ങൾക്ക് അറിയാം? എത്ര കുടുംബങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നുണ്ട്? എത്ര പേരുടെ വേദന കിട്ടുന്നുണ്ട്? ഇന്ന് ശൈലിമാരി വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അതിന് സഭയുടെ കുറ്റം പറഞ്ഞിട്ടില്ല. സഭയെന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. ആ ഇടവക ജനം വരാത്ത കുടുംബം, വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ ചെന്ന് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ ആ കുടുംബം തകരുന്നു.
ഈ ആത്മഹത്യക്ക് മുമ്പ് ഒരു ദിവസത്തിന് മുമ്പ് അവിടെ ചെന്ന് എന്തുകൊണ്ട് സഹോദരാന്ന് ചോദിച്ചാൽ ആത്മഹത്യ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ പോലെ ആകണം. പിടികിട്ടിയോ? ഹല്ലേലൂയ. സ്വരമയത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ നമ്മൾ ആരാകണം? ആത്മീയൻ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിർത്തുന്നിടത്തോളം കാലം നിങ്ങൾ ആരാണ്? വഴക്ക്, ബഹളം, സഭയിൽ വഴക്ക്, ഇടവകയിൽ വഴക്കുണ്ടെങ്കിൽ, ദേവാലയത്തിനുള്ളിൽ വഴക്കുണ്ടെങ്കിൽ അവിടെ ഈശോയിൽ വരുന്നില്ല, മാതാവ്. എവിടെ വഴക്കും ബഹളവും ഉണ്ടോ അവിടെ പരിശുദ്ധാത്മ കടന്നു വരില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ 5 പ്രത്യേകതകളുണ്ട് ബൈബിളിൽ. അറിയാമോ? 2 തിമോഥെയോസ് 2:24 കർത്താവിന്റെ ദാസന്റെ 5 ഗുണങ്ങൾ, 5 ഗുണങ്ങൾ പറയാണ്. കർത്താവിന്റെ ദാസൻ കലഹം ഉണ്ടാക്കുന്നവനാവരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവൻ, യോഗ്യനായ അധ്യാപകൻ, ക്ഷമാശീലൻ. 5 എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തുന്നവന്റെ പേരാണ് കർത്താവിന്റെ ദാസൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ആരാണ്? അപ്പോൾ ജഡിക മനുഷ്യനില്ല. ഇനി ആത്മീയ മനുഷ്യനാണ്. നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പോകും. ഇനിയും 1 ലൗകിക മനുഷ്യൻ, ജഡിക മനുഷ്യൻ, 3 ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യൻ ആരാണെന്ന് 1 തിമോഥെയോസ് 1 2-ാം 15 അവിടെ ഇങ്ങനെയാ പറയുന്നത്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. ഈ ലോകം എങ്ങനെയാ പോകുന്നത് ആക്കറിയാം. അവന്റെ വരവൊക്കെ വിവേകമുള്ള ആ കന്യകമാരെ പോലെ. ജീവിതമാകുന്ന വിളക്ക് വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോവാത്ത ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. വിധിക്കുന്ന 30 വർഷമായിട്ട് വചനം കഴിഞ്ഞിരിക്കുക. എന്നെ വിധിച്ചവരൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആരാണ്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നവന്റെ പേരാണ് ആത്മീയൻ. ക്രിസ്തുവിന്റെ മനസ്സ് പറയുന്നവന്റെ പേരാണ്. ക്രിസ്തുവിന് എന്താണ് തിരുവനന്തപുരം സെന്റ് ജോൺസ് ഇടവകക്കാരോട് പറയാനുള്ളതെന്ന് പറയുന്നവന്റെ പേരാണ് ആത്മീയൻ. ഇവിടെ വരുമ്പോഴാണ് കർത്താവ് ഇന്നത് പറയണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. അപ്പോൾ ഈ ആത്മീയ മനുഷ്യനാകണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് എന്താണ്? എന്റെ മുറിവുകളെല്ലാം തിരുമുറിവുകളാണ്. എന്താണ് മുറിവ്? എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ ടൈം 8:30 വരെ ഇരിക്കുമല്ലേ? 8:30. നാളെ നമുക്ക് ആരാധന. ഇന്ന് ആരാധന ഒരുക്കമാണ്. അപ്പൊ നമ്മൾ 8:30 വരെയാണ് നമ്മുടെ ടൈം. ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച്, സ്വരം ഉയർത്തി സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
നിങ്ങളുടെ പാപങ്ങള് കടിച്ചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതായി കമ്പളി പോലെ അനുസരിക്കാതെ നിൽക്കാനും തുടർന്നാൽ വാഴ്ചയായി വചനത്തിന്റെ അഗ്നിയായി ആത്മാവിന്റെ കൃപയായി അനുതാപത്തിന്റെ ഫലമായി വിശുദ്ധീകരണത്തിന്റെ നിറവായി ഇതിന്റെ മക്കളിലേക്ക് ഒഴുകണമേ, നിറയണമേ, വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമായിട്ടിരിക്കാൻ പെട്ടെന്ന് 2 സാമുവേൽ 15, 16, 18, 10 ഈ അധ്യായങ്ങൾ എല്ലാമല്ല, കുറെ ഭാഗങ്ങളിൽ കൂടിയാണ് കാണുന്നത്. 2 സാമുവേൽ 15-ാം അധ്യായം. ദാവീദിന്റെ മകനാണ് അബ്സലോം. ആരാണ് പറഞ്ഞു? കുതിരകളിൽ 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. 50 അകമ്പടിക്കാരെ സമ്പാദിച്ചു. കേൾക്കുന്നുണ്ടോ? അബ്സലോം ഒരു രഥത്തെ. അബ്സലോം ഈ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹം. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കും. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എവിടെ പറയുന്നു? ഗലാത്യ 1:10. അത് വായിച്ചിട്ടുണ്ട്. ഗലാത്യ 1:10. ക്രിസ്ത്യാനി ഒരിക്കലും രാഷ്ട്രീയം പാടില്ല. അതാണ് ജഗന്നാട്ട് ഉദാഹരണം പറഞ്ഞത്. നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാനേ പാടില്ല. ബൈബിളിന്റെ അടിസ്ഥാനം. ക്രിസ്ത്യാനി ഒരിക്കലും രാഷ്ട്രീയക്കാരനാവാൻ പാടില്ല. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? ഞാനിവിടെ വന്ന സൗരസംഘടന ജോണിയാണ് പ്രീതിപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ പുഷ്പയാണ് പ്രീതിപ്പെടുത്തുന്നതാണ്, സുവിശേഷൻ ആരെയും പ്രീതിപ്പെടുത്തുന്നു. ചിലർ പ്രാർത്ഥിക്കുന്നു ദിവസം, ഓ ചിലരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു രാഷ്ട്രീയക്കാരനെ ആരെയെങ്കിലും പ്രസാദിപ്പിക്കാതെ കിട്ടുമോ? അപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ട് ഈ രാഷ്ട്രീയവും ദൈവവചനവും തമ്മിൽ വലിയ അകലെ. അതുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല എന്റെ ശുശ്രൂഷ. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. തെറ്റിന് നേരെ കണ്ണടയ്ക്കരുത്. തെറ്റ് തെറ്റാണെന്ന് കൂട്ടണം. ഹല്ലേലൂയ. സ്നാപയോഹന്നാനെ പോലെ അനലി സന്തതികളെ. ഹല്ലേലൂയ. ശുശ്രൂഷകൻ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ചിലവരുടെയൊക്കെ നമ്മുടെ സംഘടനകളാണ്. നമ്മുടെ ഇതാണ് പറയുന്നത്, നമ്മുടെ സഭയിൽ നിന്ന് സംഘടനകളുള്ളൂ, ആത്മീയരില്ല. സംഘടനകൾ ഒത്തിരി ഉണ്ട്. മാതൃസംഘടന, പുതുസംഘടന, MCA, YCA എല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയർ ഭയങ്കര അപകടം. അതുകൊണ്ട് മക്കളെല്ലാം വഴിതെച്ചു. കാലം മാറി. ആത്മീയരെ എഴുതപ്പെടണം. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് വർഗീസ്മാവേലിക്കകളെ ഇനി ഇറക്കാൻ പോകും. ഒരു വർഗീസ്മാവേലിക്കയും അനേക യുവജനങ്ങൾ ഞങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര പ്രൊഫഷൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ട് 10 പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 പേരേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ വചനം പറയാൻ. എന്താ വചനം പറയുന്നത്? അബ്സലോമിനെ നമ്മൾ പരിചയപ്പെടുന്നത്. 2 സാമുവേൽ 15-ന്റെ 1. ഒരു രഥത്തെ കുതിരകൾ 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. വാടകയ്ക്ക് എടുത്തിട്ട് എന്തെടുത്തു? അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ ആ ജെറുസലേമിന്റെ പട്ടണം ജെറുസലേമിൽ വന്നു. വഴിയേറി നിൽക്കുന്ന പതിവായിരുന്നു. അപ്പോൾ ചെങ്ങിന് ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ മകൻ ആണെന്നിരിക്കട്ടെ, ആ ടൗണിൽ അല്ലെങ്കിൽ പ്രാവൂർ ജംഗ്ഷനിൽ വന്നു. അത് രാവിലെ വഴിയിൽ നിന്നിച്ചു. ഇവിടെ ജെറുസലേമിന്റെ രാജകൊട്ടാരത്തിന്റെ അടുത്ത് വന്നിച്ചു. അപ്പോൾ എന്താ ആരെങ്കിലും രാജസന്നിധി വ്യവഹാരം തീർക്കാൻ ആ വഴി വന്ന. അപ്പൊ ആ രാജസന്നിധി
വ്യവഹാരം തീർക്കാൻ, ഒരു പരാതി തീർക്കാൻ ആ വഴി വന്ന സാറിന്റെ പേര് എടുക്കാൻ റിജിയാണ് വ്യവഹാരം തീർക്കാൻ വന്നെങ്കിൽ അഫ്സലോ അവനെ വിളിച്ച് എന്ന് എഴുന്നേറ്റ് ബൈബിളൊക്കെ അവിടെ വെച്ച് കാണും, എല്ലാവരും കാണും. അപ്പൊ ഞാൻ അഫ്സലോമാണ്. അപ്പൊ റിജി വ്യവഹാരം തീർക്കാൻ വന്നവനാണ്. അപ്പൊ വ്യവഹാരം തീർക്കാൻ വന്ന ഏത് പട്ടണത്തിൽ ഏത് പട്ടണത്തിൽ സ്ഥലത്തിന്റെ പേര് തിരുവനന്തപുരം. എവിടുന്നാ വരുന്നത്? അപ്പൊ തിരുവനന്തപുരം വരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലോം അവനോട് പറയും നിന്റെ കാര്യം വളരെ ന്യായം. രുചിയുടെ കാര്യം വളരെ പക്ഷേ ഇഷ്ടമാണോ? രാജാവ് ഇതുവരെ പറഞ്ഞിട്ടില്ല, രാജകുമാരൻ പറയുവാണ് രുചിയുടെ പരാതി നിന്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷെ നിന്റെ വ്യവഹാരം കേൾക്കാം, ഇതിന്റെ പരാതി കേൾക്കാം. രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ വെച്ച് ചിന്തിക്കും, എത്ര നാളുകൊണ്ട് ഞാൻ ഈ പരാതി കൊണ്ട് വരുമ്പോൾ ഈ രാജകുമാരൻ എനിക്ക് കാര്യം ഇത് പൊയ്മോണിഞ്ഞുണ്ടോ? ചിലരുടെയൊക്കെ ഭക്തി ഇങ്ങനെയാ ഭാഗ്യമായിട്ട് നമ്മുടെ ഇടവകയിൽ സംഭവം എന്റെ വീട്ടിൽ നിൽക്കണേ. ഒരു ഇടവകയിൽ നടന്ന സംഭവം, അവിടുത്തെ കമ്പിയായ ശിശുവിനെ കിഡ്നി 2 കിഡ്നി ഒരു ഡയാലിസിസ് ആഴ്ചയിലാണ്. അപ്പൊ നല്ലൊരു എമൗണ്ട് ഓക്കെ ആവും. അപ്പോൾ ആദ്യം കുറെ പരിശോധനയൊക്കെ വേണം. 85,000 രൂപ വേണം. വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊക്കെ ഉണ്ട്. 85,000 രൂപ ഉടനെ. അപ്പോൾ മാതൃസംഘടന കൂടി അപ്പോൾ ഒരു കോടിശ്ശേരിയായ മാതൃസംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞു, അയ്യോ അവനങ്ങനെ പറ്റിയല്ലോ, നമുക്ക് കരയാൻ പ്രാർത്ഥിക്കാം. അപ്പൊ അവിടെ വലിയ ഭക്തിയൊന്നും ഇല്ലാത്തൊരു സ്ത്രീ പറഞ്ഞു, അമ്മാമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഹലോ എനിക്കൊരു ഫോൺ, ഞാൻ അത് എഴുന്നേറ്റ് സ്ത്രീ പറഞ്ഞു, ഞാനൊരു വരാൻ ഇവർ 5 പൈസയായി കൊടുത്തി. വലിയ ഭക്തിയാണ്, ഹല്ലേലൂയ, വലിയ ഭക്തിയാണ്. അപ്പൊ ഇതാണ് അഭിനയം. ജീവിതം അഭിനയമല്ല. അഭിനയിക്കാനാകും വീട്ടിലെ ആള് വലിയ ദാരിദ്ര്യത്തിൽ, ഇപ്പോഴത്തെ കോടീശ്വരനായ അപ്പനും വലിയപ്പനും ഇങ്ങനെ പ്രാർത്ഥിക്കുക അറിയിച്ചിരുന്നു. വലിയപ്പനും വലിയമ്മയും പ്രാർത്ഥിക്കും കേട്ടോ. പ്രാർത്ഥിച്ചപ്പോഴേ ഇവന്റെ തന്നെ പ്രായമുള്ള കൊച്ചുവാൻ പറഞ്ഞു, വലിയപ്പച്ച വരുന്നു, നിങ്ങൾ പ്രാർത്ഥന നടത്തി. അപ്പച്ചൻ്റെ അടിച്ച വീഴ്ച ഞാൻ അവരുടെ കണ്ണുനീർ ഇപ്പൊ തുറച്ചിരുന്നു. എല്ലാം ഉണ്ടായി. വലിയ ഭക്തി സംഘടന ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ല. ശൈലിമാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഭക്തി സംഘടന ഉള്ള കാര്യമാണ്. എന്നിട്ട് അച്ഛനും സഭയ്ക്കും ഈ സഭയെന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. വൈദികരൊക്കെ വളരെ കുറവാണ്. ഞാനും റിച്ചിയൊക്കെ കൂടിങ്കിലെ സഭ ഉണ്ടാകുന്നത്. ലണ്ടനിൽ ആയിരക്കണക്കിന് പള്ളികൾ അടച്ചിട്ടിരിക്കുക, പള്ളിയിൽ പോകാനും ഇല്ല. തിരുമാമണ്ഡലി പള്ളിയിൽ ആരും വരാനിരിക്കുമ്പോഴേക്ക് അച്ഛൻ വരുന്നു. ആ കാലഘട്ടമൊക്കെ വരാൻ പോകും. അപ്പൊ ഇവിടെ വചനം പറയാണ്, അഫ്സലോം അവനോട് പറയും, എന്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷെ നിന്റെ വ്യവഹാരം കേൾക്കാം, രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നു, വഴക്കും വ്യവഹാരവും ആർക്കും ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കും. എന്റെ അടുത്ത് വരാമായിരുന്നു. ഡയറക്റ്റ് സെക്രട്ടറിയെ കാണണ്ട, മറ്റേ കാണണ്ട, നേരിട്ട് സെക്രട്ടറിയെ കാണണ്ട, നേരിട്ട് ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. മടക്കി കൊടുക്കും. ഇത് കേൾക്കുമ്പോ സന്തോഷം വരുമോ? ഭയങ്കര സന്തോഷം. അപ്പൊ ശ്രദ്ധിച്ചേ, ആരെങ്കിലും അടുത്ത് വന്ന് വണങ്ങാൻ ഒരുപ്പെട്ട വണങ്ങി കാണിച്ചു കൈ കൊടുക്കണം. അങ്ങനെ വണങ്ങാൻ ഒരുപ്പെട്ട കൈ നീട്ടി അവനെ പിടിച്ച് ചുംബിക്കും.
കൈ നീട്ടി വേണ്ട 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 വണങ്ങിയൊന്നും ഇഷ്ടപ്പെട്ടു. കൈയിരിപ്പന്ന അപ്പനെ ചാടിച്ചിട്ട് കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം. പ്രിയ സഹോദരനെ, അധികാരത്തിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ പറയുക സഭയിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഗ്ലോറി ഓഫ് ദി ഗോസ്പലിൽ പറയുക അധികാരത്തിന് വേണ്ടി അബ്സലോമിന്റെ സ്വഭാവമുള്ളവര് സഭയിൽ പോലും ഉണ്ട്. ചക്രവർത്താൻ പറഞ്ഞ് ഇങ്ങനെ ബൂസ്റ്റാക്കി തിരുമേനി പതപ്പിച്ച് കെട്ടി ഞാൻ പറയുന്നത് അപ്പാപ്പയുടെ വാക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ പദവി പറഞ്ഞ് എന്തെടുത്തു? രാജാവിന്റെ തൃപ്തരായുള്ള എല്ലാ ഇസ്രായേലിലും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. അപ്പൊ ഇസ്രായേൽ ജനമെല്ലാം ആളുകളായി. അപ്പോൾ രാജാവിന് നിൽക്കക്കണ്ണിയില്ല. രാജാവ് ഓടുന്നു. രാജാവ് ഉമ്മോട് പടയാളികളും ഒരു രാത്രി മകനെ പിടിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് മുഴുവൻ തിരുമുറകളാണ് കാര്യമാണ്. അപ്പൊ 16-ാം അധ്യായം 5 തൊട്ടല്ലേ അല്ലേ? 16 ദാവീദ് 2 സാമുവേൽ 16:5. ദാവീദ് ബഹ്റൂമിലെത്തിയപ്പോൾ ഞാൻ ചോദിക്കുന്നു, എവിടെ എത്തി? ദാവീദ് രാജാവ് ബഹ്റൂമിലെത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമെയി. ആരുടെ മകനാണെന്ന് പറഞ്ഞു? ഏത് ആരുടെ മകൻ? ഗേരയുടെ മകൻ. ഗേരയുടെ മകൻ ശിമെയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെ നേരെ കല്ലെറിയാൻ തുടങ്ങി. രജി ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഒരു എതിരാളി വന്ന് കല്ലെറിയും. എന്താണ്? രജിക്ക് ഒത്തിരി പടയാളികളുണ്ട്. ഇനി രാജാവ് ഇരിക്കട്ടെ. അപ്പൊ കല്ലെറിയും. അനുജന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ശിമെയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീച, ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടത് പറയുന്നു. ഇതാണ് ആത്മീയത. തിരുമുറകളാകാൻ പോവാ. കൊലപാതകി, നീച, കടന്നുപോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ മകൻ അബ്സലോമിന് രാജത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമടുത്തു. നീ നശിച്ചു. അപ്പൊ പുഷ്പ പറയുക, ദൈവം നിങ്ങളെ അപ്പോൾ നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയയുടെ മകൻ രാജാവിന്റെ പ്രധാന പടയാളി അബിഷായി പറഞ്ഞു, ഈ ചത്തപട്ടി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നു. ഞാൻ അവന്റെ തല വെട്ടിക്കളയാൻ പോകുന്നു. രാജാവിനെ ശപിക്കുന്നു. രാജാവ് പറഞ്ഞു, സെരൂപുത്രന്മാരെ, നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ്. മറ്റുള്ളവരുടെ വാക്കുകളെ, മനുഷ്യന്റെ വാക്കുകളെ ആന്തരിക വിശുദ്ധിയോട് നേരിടും. ഇതാണ് നോക്കുകാരൻ. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ ആന്തരിക വിശുദ്ധി കൊണ്ട് നേരിടാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ നോമ്പിലേക്ക് നീ പ്രവേശിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആന്തരിക വിശുദ്ധി കൊണ്ട് നേരിട്ടു. പുഷ്പേ, ഭർത്താവിനോട് ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പൊ പറയാണ്, ദൈവം താങ്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവസരം എന്ന് പറയുന്നു. നിന്നെ വേദനിപ്പിക്കുന്നവരോടുള്ള നിന്റെ മനോഭാവം എന്താണ്? ഇവർ ചെയ്യുന്നതുണ്ടോ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് സഭ പറയുന്നത് ദാവീദ് നിഴലും ക്രിസ്തു പൊരുളും. ദാവീദ് അവനോട് പറയുകയാണ്. അപ്പോൾ മറ്റു മനുഷ്യന്റെ വാക്കുകളെ ആന്തരിക വിശുദ്ധി കൊണ്ട് നേരിടണം. ആന്തരിക
ശാരീരിക വിശുദ്ധി എങ്ങനെ ഉണ്ടാവും? ചില കാര്യങ്ങൾ വലിച്ചെറിയും. വൃത്തിമോയിസ് പുറംകുപ്പായം വലിച്ചെറിഞ്ഞതുപോലെ ഇന്ന് തിരുവാമണ്ണൂർ പള്ളി, സെന്റ് ജോൺസ് പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധ യോഹന്നാന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ചിലർ നിങ്ങൾ വലിച്ചെറിയും. കൊളോസ്സോസ് 3:5-12 വരെ പെട്ടെന്ന് വായിച്ചു. കൊളോസ്സോസ് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതാണ് അസന്മാർഗികത. അസന്മാർഗികത എന്താണ്? അസന്മാർഗികത. അസന്മാർഗികത എന്താ? ഇഷ്ടമില്ലെന്ന് കുപ്പിയെടുക്കും, കുടിക്കും. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലെന്ന് ബൈബിളിൽ 47 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് ഞങ്ങൾ ഈസ്റ്റർ വല്ലപ്പോഴും ഒരിക്കലും കുടിക്കുന്നവർ. അപ്പൊ ഞാൻ പച്ച തെളിച്ച് ചോദിച്ചു, ഭാര്യയുണ്ടോ? വർഷത്തിൽ ഒരിക്കലേ വ്യഭിചരിക്കാൻ പോകത്തുള്ളൂ. ശരിയോ? ശരിയോ? അപ്പോൾ അങ്ങനെ പറയുന്ന പോലെയാണ് വല്ലപ്പോഴും ഒരിക്കലേ കുട്ടി എന്ന് പറഞ്ഞ പാവം. അത് വല്ലപ്പോഴും കുടിച്ചാലും ദിവസം കുടിച്ചാലും മദ്യപാനം പാവമാണ്. കേൾക്കുന്നുണ്ടോ? മദ്യപാനികളുടെ സമീപനം എങ്ങനെയായിരിക്കും? 1 Corinthians 5:11 അവിടെ 5 കാര്യങ്ങൾ പറയുകയാണ്. വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അടുത്തേലും പറയുന്നു, അവന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. മദ്യപാനമായ അപ്പനാണെങ്കിൽ അപ്പന് പ്രത്യേകം ചോറ് കൊടുത്തോളം ഒരുമിച്ചിരുന്ന് എഴുതി വെച്ചിരിക്കുക. അവനോടൊത്ത് ഭക്ഷണം കഴിക്കാൻ പോലും. അപ്പൊ മദ്യപാനം ഇപ്പൊ ഒരു ഡീസന്റ് ഏർപ്പാടാണ്. അങ്ങനെ ഡീസന്റ് കുടിയേ ഉള്ളത്. എന്ത് കുടിയ? ഡീസന്റ്. അങ്ങനെ ഒരു കുടിയ. പ്രിയ സഹോദരങ്ങളെ, പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കും. അതുകൊണ്ട് അസന്മാർഗികത, കൊളോസ്സസ് 3:5 അസന്മാർഗികത, ഒരു വ്യക്തി അശുദ്ധനാകുന്നത് 3 കാരണങ്ങളാണ്. തിന്മ കാണുക, തിന്മ പറയുക, തിന്മ കേൾക്കുക. മറ്റുള്ളവരുടെ കുറ്റം കാണുക, കുറ്റം പറയുക, കുറ്റം കേൾക്കുക. വികാരിയച്ഛന്റെ കുറ്റം പറയുക, മെത്രാന്റെ കുറ്റം പറയുക, സഭയുടെ കുറ്റം പറയുക, കുറ്റം പറയുന്ന ചാനലുകൾ കേൾക്കുക. ചില യൂട്യൂബ് ചാനല് കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട്, അറിയാമോ? ഇത് കേൾക്കുന്നതുമാണ്. സഭയുടെ കുറ്റം കേൾക്കുക, മെത്രാന്റെ കുറ്റം കേൾക്കുക, വൈദികന്റെ കുറ്റം കേൾക്കുക. ഇതൊക്കെ ഭയങ്കര അപകടം. വീട്ടിൽ നിന്ന് മെത്രാന്റെയും വൈദികന്റെയും കുറ്റം പറയുന്ന ആരെങ്കിലും ഇടവകയുണ്ട്, അത് ഉത്തിരിപ്പ് കണം. മനസ്സിലായോ? അപ്പോ ഒരു വ്യക്തിയെ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തീത്തോസ് 3-ാം അധ്യായം അതിന്റെ 8 തന്നെ ക്രിസ്തീയ ജീവിതം ചെയ്യുക. ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം? ക്രിസ്ത്യാനി എങ്ങനെ? തീത്തോസ് 3 വായിച്ചേ. ആരെയും പറ്റി തിന്മ പറയരുത്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. സൗമ്യരായി. അപ്പോൾ കലഹമില്ലാത്ത കുടുംബത്തിന്റെ പേരാണ് ക്രിസ്തീയ കുടുംബം. എന്റെ ഭവനത്തിൽ കലഹമില്ല, ഒരു ദിവസം പോലും കലഹമില്ലാത്ത കുടുംബക്കാരുടെ കൈകൊണ്ടിരിക്കും. സമയം മാത്രമേ കലഹം ആയിരുന്നു. എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാം. നീ അവരെ ബോധിപ്പിക്കും. അപ്പൊ ആരുടെയും കുറ്റം പറയാത്തവൻ കുറ്റം പറഞ്ഞാൽ അശുദ്ധനാണ്. ആരാണ് അശുദ്ധനായ ഒരു വ്യക്തി? വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അവൻ യോഗിയായി മാറും. അതുകൊണ്ടാണ് പലരും യോഗിയായി തീർന്നത് പോലെ അനുരഞ്ജനമില്ലാതെ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നിങ്ങളുടെ ദുരിതം നിങ്ങൾ തന്നെ ചില രോഗികളായി തീർന്നതാണ്. ഞാൻ വേളാങ്കണ്ണി തീർത്ഥയാത്ര, ഇളങ്കണ്ണി 158ാമത്തെ യാത്ര
ഇങ്ങനെ വീർത്തു ഇങ്ങനെ കണ്ടാൽ പേടിച്ചു. വേളാങ്കണ്ണിക്ക് വരണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നു. അപ്പൊ ബസ്സിനകത്ത് 17 മണിക്കൂർ വചനശിക്ഷ, ആത്മീയ വചനം. അപ്പോൾ ഇത് 8032 പേര് ഇതിനോടകമായി പോകും. ഈ അടുത്ത യാത്ര 26 ശരി തിരുവല്ല വഴിയാണ് പോകും. പുന്നമുട്ടിന്ന് പുറപ്പെടും. നേരത്തെ പാലായിലാണ്. ഇപ്പൊ 5 ട്രിപ്പ് ഇപ്പൊ പുതിയതായിട്ട് മാവേലിക്കര 10 ട്രിപ്പ് പള്ളി നടത്തുന്നത്. നിങ്ങൾക്ക് തിരുവല്ലയിൽ വന്നാൽ സുന്ദരമായിട്ട് കയറാം. 17 മണിക്കൂർ വചനം 4 പള്ളികളിൽ നിന്ന് പോകും. ഒരു ദിവസം മൊത്തം വേളാങ്കണ്ണി. അപ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹ യാത്ര. വരുന്നവർക്ക് ഒരു വലിയൊരു അനുഗ്രഹം. അനുഗ്രഹക്കാരൻ കുറച്ചേ വരുത്തുള്ളൂ, പക്ഷേ സുറമലവർക്കൊക്കെ വലിയ അനുഗ്രഹം. അപ്പൊ ഇങ്ങനെ ക്യാൻസർ സ്റ്റേജ് വന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 24 വാള പോലിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഈ വചനത്തില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിക്കണം. അപ്പൊ ക്ഷമയുടെ വലിയ ക്ലാസ്സാണ്. ക്ഷമയുടെ ഭയങ്കര ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ക്ഷമിക്കുന്ന വ്യക്തിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും എന്നുള്ള വലിയൊരു ബോധ്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ ബസ്സിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ സന്ദേശം തരുന്നു. ഒരു ക്യാൻസർ രോഗിയാലാണ് കർത്താവ്. ഞാൻ പറഞ്ഞു ബസ്സിനകത്ത് ഒരു ക്യാൻസർ രോഗി, എനിക്ക് അറിയത്തില്ല. ഇവര് അന്നേരം ഇവരുടെ വയറൊക്കെ ശ്രദ്ധിക്കുന്നു. തൊടുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ പുറകിൽ ഇരുന്ന സഹോദരി പറഞ്ഞു, അത് ഞാനാണ്. എന്റെ വയറ്റിനുള്ളിൽ തിളച്ച വെള്ളം വിടുന്ന അനുഭവമാണ്. പ്രിയ സഹോദരങ്ങളെ, പട്ടുമല എന്ന് പറയുന്ന ആഹാരം ഒന്നും വെളിയിൽ നിന്ന് ആരും കഴിപ്പിക്കുന്നില്ല. നമ്മുടെ കൂടെയുള്ള പ്രത്യേക ആഹാരം. പട്ടുമലയിൽ ആരാധനയ്ക്ക് കയറുള്ള വയറ് ചുട്ടിയിരിക്കുന്നു. വേളാങ്കണ്ണി തിരിച്ച് RCC പരിശോധിക്കുമ്പോൾ ക്യാൻസർ ഇല്ല. ക്ഷമയുടെ വലിയൊരു ക്ലാസ് കൊടുക്കുമ്പോൾ അവർ 4 വ്യക്തികളോട് ക്ഷമിച്ച സമയത്ത് തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ അമർഷം, ക്രോധം, അശുദ്ധി, മനക്ഷോഭമില്ലാത്തവരും കൈകൊണ്ടിരിക്കും. മനക്ഷോഭമില്ലാത്തവരും കൈകൊണ്ടിരിക്കാൻ. എന്താ മനക്ഷോഭമുള്ളത്? നമ്മുടെ മുറിവുകൾ തിരുമുറിവ് ആയിട്ട് അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. എന്റെ കോപത്തിയണച്ചിരുന്നു. എന്റെ മോചക അടിച്ചവരോട് തുപ്പി വരുന്നു ചെയ്യുന്നത്. പ്രിയ സഹോദരനെ, മനക്ഷോഭം വരുന്നത് ക്ഷമയില്ലാത്തതുകൊണ്ട്. ഈ ബൈബിളിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം, അതിനകത്ത് 14 പ്രാവശ്യം പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. നിങ്ങൾ സന്തോഷിക്കണം. വേർപാടിൽ സന്തോഷിക്കണം, കൂട്ടായ്മയിൽ സന്തോഷിക്കണം, പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ സന്തോഷിക്കണം. നിങ്ങളുടെ അപ്പോൾ അവിടെ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയാം. ഫിലിപ്പി 4:4 നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുകയും. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ സന്തോഷിക്കുകയും. ഞാനൊരു ചോദ്യം ചോദിക്കാം. രജി, എപ്പോഴും സന്തോഷിക്കാൻ പ്രയാസം. പുഷ്പ, എപ്പോഴും സന്തോഷിക്കാൻ പോകും. പക്ഷേ ആത്മീയ മനുഷ്യൻ എപ്പോഴും സന്തോഷിക്കും. ഫിലിപ്പി കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ട്, എഴുന്നേറ്റ തലമുട്ടുന്ന കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ട്, ചങ്ങലകളിൽ കുരുക്കി വലത് കൈ കൊണ്ട് ഫിലിപ്പിക്കർക്ക് എഴുതുകയാണ്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുകയും. അപ്പൊ സന്തോഷിക്കണമെങ്കിൽ അടുത്ത 5-ാമത് നിങ്ങളുടെ ക്ഷമാശീലം
എല്ലാവരും അറിയട്ടെ. റെജി, തിരുവാൻകണ്ടൂരിലെ റെജിയുടെ ക്ഷമാശീലം എല്ലാവരും അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നമ്മുടെ ക്ഷമാശീലം എല്ലാവരും. എല്ലാവരും അറിയാം. ഞാൻ ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവൻ. ഞാൻ ഇന്നോട് ക്ഷമിക്കണം പറഞ്ഞു. ഞാൻ ആദ്യം നിങ്ങളോട് ക്ഷമിക്കണം, രണ്ട് ചുറ്റുപാടുകളോട് ക്ഷമിക്കണം, പ്രകൃതിയോട് ക്ഷമിക്കണം. എല്ലാവരോടും ക്ഷമിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞു. എല്ലാവരോടും ക്ഷമിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞു. വലുതേറി എന്തുകൊള്ള ക്ഷമിക്കുന്ന വ്യക്തിക്ക് എല്ലാവരോടും സന്തോഷിക്കാൻ, എപ്പോഴും സന്തോഷിക്കാൻ, എപ്പോഴും ചിരിക്കാൻ. നിനക്ക് ക്ഷമിക്കാനുള്ള ഹൃദയമുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും സന്തോഷിക്കാം. കരമേറ്റി ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ക്ഷമിച്ചോ, കർത്താവ് അടുത്തുള്ളത്. എന്താ ഉയർപ്പ്? എന്താ ഉയർപ്പ്? ഉയർപ്പെന്ന് പറഞ്ഞാൽ, ഇഷ്ടം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമല്ല. ഉദ്ധാന അനുഭവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾ ഈസ്റ്റർ ക്രിസ്ത്യാനിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഈസ്റ്റർ ഉദ്ധാനം ഉയർപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പുഷ്പയ്ക്കൊരു ഉയർപ്പുണ്ടെങ്കിൽ, റെജിക്കൊരു ഉയർപ്പുണ്ടെങ്കിൽ, ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം, ഈ ഭൂമിയിലുള്ള വസ്തുക്കളേക്കാൾ ഉന്നതത്തിലേക്കുള്ള ശ്രദ്ധ, ഉന്നതത്തിലേക്കുള്ള ശ്രദ്ധയുടെ പേരാണ് ഉയർപ്പ്. ഞാൻ എപ്പോഴും ഈ ലോകത്തിലെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി പച്ചമണിതിന്, വെള്ളമണിതിന്, ചുവന്നമണിതിന് കത്തിക്കാൻ പോകത്തില്ല. എന്റെ നിയോഗം എന്റെ മക്കളെല്ലാം സ്വർഗത്തിൽ പോണേ എന്നാണ്. അല്ലാതെ അവർക്ക് ജോലി വേണേ, കാറ് വേണേ, നിയോഗങ്ങളൊന്നും എഴുതത്തില്ല. ആത്മീയരാകണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്റെ കുഞ്ഞുങ്ങളെല്ലാം. അതുകൊണ്ടില്ലയോ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചുക്രിസ്ത്യാനിയുടെ മാതാപിതാക്കളെ വിശുദ്ധരാണ്. 7 വർഷം 8 വർഷം പോകും വിശുദ്ധരാകുന്ന വിശുദ്ധരുടെ മാതാപിതാക്കളുടെ പേരറിയാം. എന്തൊക്കെയാ പേര്? മാർട്ടിനും ലൂയി മാർട്ടിനും സെലിഗ്രീൻ മാർട്ടിൻ. അപ്പൊ ഈ രണ്ട് പേരും വിശുദ്ധരാക്കുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ 5 ലക്ഷം ജനങ്ങളാണ് കൂടിയിട്ടുള്ളത് എന്നാ പറയുന്നത്. അവരോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഈ സമയത്ത് കൊച്ചു സെൽസിയുടെ വാക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല വാക്ക്. അപ്പൊ കൊച്ചേസിയുടെ വാക്ക് എന്താണ് എടുത്തിരിക്കുന്നത്? കൊച്ചേസിയ ഇന്റർവ്യൂ ചെയ്ത ഒരു പത്രാധിപനോട് പറയുന്ന വാക്ക്. ആ വാക്കാണ് പറയുന്നത്, മാതാപിതാക്കളെ കുറിച്ച് എന്ത് പറയും? അപ്പൊ കൊച്ചേസിയ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും സ്വർഗം ലക്ഷ്യമാക്കിയാണ് എന്നെ വളർത്തിയ, സ്വർഗം ലക്ഷ്യമാക്കി വളർത്തിയ അപ്പനും അമ്മയും സഭയിൽ വിശുദ്ധരാണ്. അപ്പൊ എന്ത് ലക്ഷ്യമാക്കി? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, സ്വർഗം ലക്ഷ്യമാക്കിയാണോ ജീവിക്കുന്നത് ചോദിച്ചു. അതോ അയൽക്കാരന്റെ പറമ്പ് ലക്ഷ്യമാക്കാനാണോ? ഒരിക്കൽ ചിലർ പറയുന്നില്ലേ, ഞാൻ എന്ത് വില കൊടുത്തു ഈ ഭൂമി മേടിച്ചു. എന്ത് വില കൊടുത്തു? അപ്പൊ ഭൂമി പറയും, ഒരു വില കൊടുക്കാതെ നിന്നെ ഞാൻ ഇനി മേടിച്ചു. ഒരു വിലയില്ലാതെ. അയ്യോ, ഇത്രയുള്ള മനുഷ്യൻ, ഇത്രയുള്ള മനുഷ്യൻ. അപ്പൊ പ്രിയ സഹോദരനെ, അസന്മാർഗീയത, അശുദ്ധി, മനഃശോഭം, ദുർവിചാരങ്ങൾ, എങ്ങനെ ദുർവിചാരം ഉണ്ടാകുന്നത്? ആവശ്യമില്ലാത്ത വാട്സപ്പ് ചാനലുകൾ കൊണ്ടുപോയി 1 തൊട്ട് 6 വയസ്സ് വരെ പിള്ളേരുടെ ഈ മൊബൈൽ കൊടുക്കാം. 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഈ പിള്ളേർ ഈ മൊബൈലിന് അടിമയാണ്. പിന്നീട് ഇവരെ വലിയ അപകടങ്ങൾ, ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ മൊബൈൽ. ഇതിനകത്താണ് എല്ലാ അക്രമങ്ങളും. അശുദ്ധി 98% മൊബൈലിനകത്ത് അശുദ്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോ വചനം പറയാണ്, വിഗ്രഹാരാധന തന്നെയായ ഇവയെല്ലാം നശിപ്പിക്കണം. പണത്തിന്, ചിലർ പറയാ പണത്തിന് മീതെ കരുതും. ഈ ചിന്ത, ദ്രവ്യാഗ്രഹം, പണത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവൻ ദൈവദാസനാവില്ല, അവൻ ആത്മീയനാവില്ല. പണം
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആത്മീയനാണോ? ആത്മീയനാണോ? ആകണമെങ്കിൽ തുടർന്ന് വന്നാൽ വായിച്ചേ. ഇവയെല്ലാം നശിപ്പിക്കും. ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങൾ ഒരിക്കൽ അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ ഈ ആഴ്ച, ഈ ദിവസം അവയെല്ലാം ദൂരെ. എന്തൊക്കെയാ ദൂരെ എറിയേണ്ടത്? അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുകയും പരസ്പരം കള്ളം പറയരുത്. പരസ്പരം കള്ളം പറയരുത്. അതേ ഉള്ള കാര്യം. പരസ്പരം കുമ്പസാരം കൂട്ടി ശരിയായ പാവം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുമ്പസാരം കൊണ്ട് യാതൊരു പ്രയോജനവും. പരസ്പരം വേളങ്ങനെ ട്രിപ്പിൽ ഒരു സഹോദരി വന്നു. 27 വർഷങ്ങൾക്ക് മുമ്പ് അബോർഷൻ നടത്തിയ ആ സംഭവം കുമ്പസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ മാതൃസംഘടനയുടെ പ്രസിഡന്റ്, മറ്റേതാണ്, ലീഡറാണ്, അച്ഛന് എന്തെങ്കിലും തോന്നുന്നു? കുമ്പസാരത്തിന്റെ അറിവ്, മാതൃസംഘടനയുടെ അമ്മയുടെ അറിവ്, അച്ഛൻ എന്തെങ്കിലും? കത്തോലിക്ക സഭ ഇന്നേ നാഴികവരെ ഒരു കുമ്പസാരവും അച്ഛൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ക്ലാസ് ഉണ്ട്, അതെടുക്കാൻ സമയമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവയെല്ലാം പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവരുടെ ചെയ്തികളോട് ഉപേക്ഷിക്കണം. ഈ കുരിശ് നാട്ടിലെ ഈ കുരിശ് നിങ്ങളൊന്ന് തൂങ്ങണം. തൂങ്ങിയിട്ട് പറയണം, ഈ കുരിശിൽ അങ്ങയോടൊപ്പം ഞാൻ ക്രൂശിതനായി. ഈ ക്രൂശിന്റെ അനുഭവത്തിന്റെ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ഉയർത്തുദ്ധാനം. അവിടെ നീ ഒരു ആത്മീയ ഉദ്ധാനമാണ്. ആത്മീയ ഉദ്ധാന രഹസ്യം ആത്മീയ മനുഷ്യനായി മാറുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സലമയത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വരം പറയുന്നു, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ ഇവിടെ തിരുവനന്തപുരക്കാരനോ പ്രാവൂടുകാരനോ ചെങ്ങന്നൂർക്കാരനോ മനുഷ്യരിക്കാരനോ ചെങ്ങന്നൂരുകാരനോ ആ പ്രാവൂടുകാരനോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാം എല്ലാവരും എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. പറഞ്ഞു, എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു ദൈവമേ, ഒരു ക്രിസ്തു മാത്രമേ, വേറൊരു ദൈവമില്ല. എല്ലാവരും ക്രിസ്തു എല്ലാവരിലുമാണ്. അവിടെ കോംപ്രമൈസ് ഇല്ല. ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലും. അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടത് വാത്സല്യഭാജനം പരിശുദ്ധനെ കാണണമെങ്കിൽ പരിമല വരെ പോകണം, പരമജ്ഞാനം വരെ പോകണം. അടുത്തിരിക്കുന്ന വ്യക്തി പരിശുദ്ധനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഉപ്പ പറഞ്ഞു, അടുത്തിരിക്കുന്ന മോളോട് പറഞ്ഞു, നീ കൂടി പരിശുദ്ധയെ കാണുന്നു. എന്താ സൗകര്യം? നമ്മൾ അകന്നിരിക്കുന്നു, എന്നിട്ട് അമ്മയോട് അമ്മയ്ക്ക് ഒരു പരിശുദ്ധനെ കാണുന്നു, പരിശുദ്ധയെ കാണുന്നു, ഒരു വിശുദ്ധയെ കാണുന്നു, ഈ വിശുദ്ധയെ കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധനെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ. അപ്പൊ കാരുണ്യത്തിന്റെ ക്ലാസ് എടുത്തിട്ട് നമുക്ക് നാളെ ആ മുറിവുകൾ നാളെ കാരുണ്യത്തിന് എന്താ കാരുണ്യം? കരുണ എന്ന് പറഞ്ഞാൽ അനുകമ്പ, ദയ, ഹൃദയവിശാലം. പറഞ്ഞു, അനുകമ്പ, ദയ. അപ്പൊ കരുണ എന്താ? ഇത് മൂന്നൂടെ ചേരുമ്പോഴാണ് കരുണ. കരുണ തോന്നണമേ എന്ന് കുറിയാലായിസോ എന്ന് പറയുമ്പോൾ നീ കരുണയുള്ളവനാണോ എന്ന് നിനക്ക് കരുണയുണ്ട്. എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നവർ നിങ്ങളും കരുണയുണ്ടോ? അനുകമ്പയുണ്ടോ? ദയയുണ്ടോ? ഹൃദയവിശാലത. അപ്പൊ ഈ കരുണ എന്നതിനെ കുറിച്ച് പറയും ലൂക്ക 10:33. അപ്പൊ രണ്ടുപേര് കടന്നുപോയി. രണ്ടുപേര് ആരൊക്കെയായിരുന്നു?
ആരായിരുന്നു? പുരോഹിതനും ലേവായനും. പുരോഹിതൻ. അപ്പൊ ഈ രണ്ട് പ്രകൃതികളെ ഉദ്ദേശിക്കുന്ന എന്താ? ഈ രണ്ട് പ്രകൃതികൾ നമ്മുടെ ഇടവകയിലുമുണ്ട്, നമ്മുടെ സഭയിലുമുണ്ട്. രണ്ട് പ്രകൃതികൾ എന്താ? അവനെ കണ്ടെങ്കിലും എന്താ വെച്ചാൽ ഞാൻ അവനെ സഹായിച്ചാൽ എനിക്ക് എന്ത് പറ്റും. നമ്മൾ മക്കളോട് പറഞ്ഞ വഴി കിടക്കുന്ന വിദ്യാലയൊക്കെ നിനക്കെന്താ സഹോദരങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടിട്ട്, ഒരു ദുരന്തം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട്, ഇടവകയിൽ ഒരു ജപ്തി നോട്ടീസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട്, ഒരു വ്യക്തി ആഹാരമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടിട്ട് കടന്നു പോകാൻ സാധിക്കില്ല. ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ അവനെന്ത് പറ്റും എന്ന് പറയുന്നതിന്റെ പേരാണ് കരുണ. എനിക്കെന്ത് പറ്റുമെന്ന് ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ പെട്ടെന്ന് BP വേളാങ്കണ്ണി വെച്ച് കൂടി. അപ്പൊ ബ്രദർ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ. അത് രാജിവെച്ചിട്ടാണ് TV ചേർന്നത്. രാജിവെക്കുമ്പോൾ എത്ര ശമ്പളം ഉണ്ടായിരുന്നത്? 45,000. എത്ര വർഷത്തിന് മുമ്പ്? 10 വർഷം, 11 വർഷം. അപ്പൊ BP ഒക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകം കാര്യം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ബ്രദറിന് ഐസിയുവിലായിരുന്നു. ഒരു ഞാൻ ബ്രദറിന്റെ ഒരു ഡോക്ടറിന്റെ എല്ലാ അറിവും ഒരു സെമി ഡോക്ടറാണ്. പക്ഷെ അതെല്ലാം രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കരുണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത്? അപ്പൊ കരുണ എന്താണ്? അനുകമ്പതയ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പൊ അതിന്റെ 33-ാം വചനം പറയുക, അവനെ കണ്ട്. അപ്പൊ ഒരു നല്ല സമരിയാക്കാരൻ അനുഭവിക്കണം. ആരാ നല്ല സമരിയാക്കാരൻ? നല്ല സമരിയാക്കാരൻ ഈശോ. ഞാൻ ഈശോയെ പോലെ ആകുമ്പോൾ ഞാനും ആരാണ്? നല്ല സമരിയാക്കാരൻ. ആരാകും? സത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭ സത്രം സൂക്ഷിക്കുവാനാണ് വെച്ച് പുഷ്പ സത്രം സൂക്ഷിക്കുവാനിരിക്കുന്നതാണ്. അപ്പൊ സത്രം സൂക്ഷിക്കുവാൻ എന്ത് ചെയ്യണം? ഒരു ഇടവകയിൽ ഒരാള് ഒരു ഞായറാഴ്ച വരാതിരുന്ന പോയി ഒന്ന് തിരക്കണം. ഞാൻ കേട്ടക്കടപ്പള്ളിയിൽ ഒരു മലങ്കരപ്പള്ളി ധ്യാനം നടന്നു 10 വർഷത്തിന് മുമ്പ്. ഞാൻ പ്രസംഗം കഴിഞ്ഞത് സഹോദരൻ പറഞ്ഞിട്ട് എന്നെ കണ്ടു. അതുപോലെ ഈ പള്ളിയിലെ പ്രസംഗം ഞാൻ വെളിയിൽ കേട്ടു. ഞാൻ ഈ ഇടവക്കാരനായിരുന്നു. ഇപ്പൊ എവിടെ? അപ്പൊ പെന്തക്കോസ്തിയാണ്. അപ്പൊ കഥ കാര്യം പ്രസംഗം കേൾക്കണം. ഈ ഇടവകയിൽ 85% ആളുകൾക്ക് ഞാനും എൻ്റെ 3 പിള്ളേരും 10 വയസ്സുള്ള മോനും എല്ലാം ഇങ്ങനെ കൈക്ക് പിടിച്ച് 3 പേര് ഇങ്ങനെ നടന്നു വിളിച്ചു. ഇങ്ങനെ ഇടവകക്കാരുള്ളവരും കേട്ടിട്ടുണ്ട്. 6 മാസമായിട്ട് നടപ്പേ അങ്ങനെ ഇരിക്കുമ്പോൾ പെന്തിക്കോസ്ത് പാസ്റ്റർ വന്നു. വലിയ മുഖ്യതരം കാറ് മുഖ്യത പറഞ്ഞു. 3 കിലോമീറ്റർ പള്ളി വരുമ്പോൾ 1.5 കിലോമീറ്റർ അടുത്ത് നമ്മുടെ ആണ്. അവിടെ പോരാൻ പറഞ്ഞു. ഞാൻ പെട്ട ആൾക്കാരെ ഒന്ന് പറ്റിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് അവിടെ ചേർന്ന് ഇപ്പോൾ ആ വീട് വെച്ച് തന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു ദിവസം വരാതിരുന്നാൽ ഒന്ന് തിരക്കും. ഇവിടെ മലക്കരക്കാരൻ തിരക്കുമോ? വരട്ടാണ്. ഈശ്വരശിയായി സ്തുതിയായിരിക്കട്ടെ. സമാധാനം ഇങ്ങനെ സമാധാനം കൊടുക്കുന്നു. സമാധാനം എങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ സമാധാനം കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന വ്യക്തി പള്ളി വന്നു. ഞാൻ കണ്ടിരുന്നു. ഞാൻ ആ വ്യക്തിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അവനാ സമാധാനം കൊടുത്തത്. അവന്റെ കണ്ണ് എവിടാ പോയെന്ന് ഇതാ നമ്മുടെ ഉള്ള കാര്യം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ അവനെ കണ്ടു. പുഷ്പേ അടുത്തിരിക്കുന്ന വ്യക്തിയെ കണ്ട്. നാളെ കണ്ടില്ലെന്ന് പറയരുത്. മോളെ നീ കണ്ടോ? ഇവിടെ കണ്ടോ? മോളെ കണ്ടോ? കണ്ടോ? ഇവിടെ കണ്ടോ? ഇന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് കേട്ടോ. അങ്ങോട്ട് നോക്കി. കണ്ടോ? ഈ കണ്ടോ? അവിടെ കണ്ടോ? കണ്ടോ? അങ്ങോട്ട് നോക്കും. അവിടെ കണ്ടു. അപ്പോൾ കരുണയുടെ ഒന്നാമത്തെ ഭാഗം കാണുക. എന്താണ്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ കണ്ണുണ്ടായ പോലെ കാണുന്നു. കണ്ടു.
കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അടുത്ത മനസ്സ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൾ ഉള്ളവന്റെ പേരാണ് മനുഷ്യൻ. മനസ്സുണ്ടോ? ഇന്ന് മനുഷ്യന് മനസ്സില്ല. മനസ്സിലേക്ക് പിന്നെ മൃഗം. ഈ ഭവനം എന്നത് ഹിന്ദുക്കൾ ഇടുന്ന ഭവനം, ഭഗവാൻ വസിക്കുന്ന ഇടം. ഭവനത്തിലെ ഭാ വെട്ടിയാൽ എന്തായിരിക്കും? ഇന്ന് വനം. ഇന്ന് വനങ്ങൾ ഒരാളെ കൊല്ലുക. ഇപ്പൊ തിരുവല്ലായിൽ ഒരാളെ കുത്തിക്കൊന്നു. നിങ്ങൾ അറിഞ്ഞോ? മൊത്തം വായിച്ചു, ന്യൂസ് കേട്ടായിരുന്നു. തിരുവല്ല ജംഗ്ഷൻ ഒരാളെ കുത്തിക്കൊന്നു. ഹല്ലേലൂയ കേട്ടായിരുന്നു? ആർത്ത് കേട്ടായിരുന്നു? പുഷ്പ കേട്ടായിരുന്നു? ഒരാളെങ്കിലും കേട്ടായിരുന്നു? അപ്പൊ മനുഷ്യനെ കൊല്ലുന്നതൊന്നും ഒരു അമ്മച്ചി പണ്ട് വായിച്ച് പത്രം വായിച്ചിട്ട് പറയാ, ഇന്ന് വലിയ കൊലപാതകങ്ങളൊന്നുമില്ല, വലിയ വായിക്കാറ് കൊലപാതകവും മക്കളിരുന്ന് കൊലപാതകവും തമ്മിലടിയും തീയിടിയും ഒക്കെ കണ്ടോണ്ടാവുള്ളൂ ആഹാരം കഴിക്കും. എങ്ങനെ ഇവനൊക്കെ അനുഗ്രഹിക്കപ്പെടും? അവനെ കണ്ടു, മനസ്സറിഞ്ഞപ്പോ എന്തുണ്ടായി? ബന്ധമുണ്ടായി, അടുപ്പമുണ്ടായി. അതാണ്. അപ്പോൾ സഭയാകുന്ന സത്രത്തിലെ സൂക്ഷിപ്പുകാരായ രജി അടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് ജോൺ എഴുന്നേറ്റ്, റെജി എഴുന്നേറ്റ്. ജോണും റെജി എഴുന്നേറ്റ് അവർ ബൈബിളൊക്കെ വെച്ച് പൈ എഴുന്നേറ്റ് പോകും. അപ്പൊ ജോണും റെജിയും പോകും. അപ്പോൾ സഭയാകുന്ന സത്രം സൂക്ഷിപ്പുകാരാണ് റെജി ജോണിന്റെ കൈക്ക് പിടിച്ചിട്ട് പോകാം. ഞാൻ പൊന്നു കൊടുക്കും, ഞാൻ പൊന്നു കൊടുക്കും. രജിയെ പൊന്നുപോലെ നോക്കേണ്ട കടമയാണുള്ള അല്ല ജോണിന് എന്താ ഉണ്ടായി? ഞാൻ അവനെ സഹായിച്ചില്ലെങ്കിൽ അവനെന്ത് പറ്റും? എനിക്കുള്ളതെല്ലാം നിനക്കൂടുള്ള, പറഞ്ഞു എനിക്കുള്ളതെല്ലാം നിനക്കുള്ള. ഇതിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. മനസ്സിലായോ? നാളെ നല്ല കാര്യങ്ങളൊക്കെ വരും. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ പേരാണ്. അപ്പൊ അവനെ കണ്ടു, മനസ്സറിഞ്ഞു, ബന്ധമുണ്ടായി, വിട്ടു പറഞ്ഞു. കൂടുതലായിട്ട് എന്തെങ്കിലും അത് രണ്ടാമത് വരുമ്പോഴേ എന്താ അപ്പൊ കർത്താവ് പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്റെ സന്തോഷത്തിൽ പങ്കുചെയ്യും. ദൈവം വിളിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഇടത്ത് വലത്ത് നിൽക്കുന്ന വ്യക്തി സ്നേഹമില്ലാത്തവരും വലത്ത് നിൽക്കുന്ന വ്യക്തി സ്നേഹമുള്ളവരും യഥാർത്ഥ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. അതാണ് അവരെ വിളിക്കുന്നു, എന്റെ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരികയും. ഞാൻ നഗ്നനായിരുന്നു. ഉണ്ടോ? രചിക്ക് പ്രശ്നം വന്നു, ഒരു ഉടുപ്പിന്റെ കുറവ് വന്നു, പുതിയ ഉടുപ്പ് മേടിച്ച് രചിക്ക് 50,000 രൂപയുടെ കടം വന്നു. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നു. എനിക്ക് കുറെ പൈസ കടക്കുന്നു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റി വളരുന്നത്. ആണോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം എഴുതും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നാളെയാണ് ഇതിന്റെ നാളെ നമുക്ക് ഒരു 6:15 കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരം. 6:15 കൂടി ശുശ്രൂഷ ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരിക, മറ്റുള്ളവരെ അറിയിക്കുക. നാളെ 9 മണിയാകുമ്പോൾ ഇന്ന് ഈ പ്രസംഗം നിങ്ങൾക്ക് ലഭിക്കും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ പ്രസംഗം നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളുടെ മൊബൈലിൽ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഞാൻ ഇടാം. അച്ഛൻ്റെ മൊബൈലിൽ കൂടി നിങ്ങളുടെ പള്ളിയുടെ ചാനൽ ഇതുണ്ടോ, ആ ഗ്രൂപ്പിലേക്ക് അച്ഛൻ ഇട്ടത്. ഹല്ലേലൂയ. Study
പരിഹരിക്കാനാണ് ഈ യോഗം ശ്രമിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുമാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ മണിക്കൂറിൽ ദൈവമോട് കാണിച്ച കാര്യം ദൈവത്തിന്റെ വചനം അവിടുത്തെ കർത്തൃദാസനിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴിയാണ് നാം കേട്ടത്. ദൈവത്തിന്റെ സജീവ വചനം, എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുന്ന വചനം, ഗുണമാകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽക്കൂട്ടില് മനുഷ്യനെ സ്നേഹിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം എടുത്ത ദൈവത്തിന്റെ വചനം ഗലീലയിലും പാലസ്തീനായാലും കഫർനഹൂമിലും ഇവിടെയൊക്കെ കടന്നുപോയി. അന്തർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും സർവ്വാരോഗ്യങ്ങൾക്കും സൗഖ്യവും പിശാചുബാധിതർക്ക് വിമോചനവും മരിച്ചുപോയവരെ ഉയർപ്പിക്കുകയും ചെയ്ത നസറേയനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിന്റെ വിശുദ്ധദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആരാധന കൂടാരത്തിൽ ഈ സായാഹ്നത്തെ പരിപൂർണമായി അതിലെ എല്ലാ നിയോഗങ്ങളോടൊപ്പം നമുക്ക് ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപാപയോട് 9 ലക്ഷം ശുശ്രൂഷകരോട് ചേർന്ന് ഈ രാത്രി അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. തിരുവല്ലാതിരുവയോട് സ്നേഹബഹുമാനപ്പെട്ട ഗുരുദാസനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഈശോ വന്നത് നമുക്ക് ജീവൻ നൽകാനാണ്, സമൃദ്ധിയായി നൽകുവാനാണ്. ജീവിതത്തിലെ ചെറുതുമായ വേദനകളോർത്ത്, തകർച്ചകളോർത്ത്, ഭാരങ്ങളോർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, വീട്ടിൽ നിൽക്കാനാവാത്ത കടമലിനെ ഓർത്ത്, സുഖമാകാനാവാത്ത രോഗങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരി സഹോദര, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഈശോയാണ്. ഈശോ മാത്രമാണ്. വചനത്തിന്റെ ആ ഒരു പൊരുളിന്റെ നിലയിലും